أعوذ بالله من الشيطان الرجيم أم كنتم شهداء إذ حضر يعقوب الموت إذ قال لبنيه ما تعبدون من بعدي قالوا نعبد إلهك وإله آبائك إبراهيم وإسماعيل وإسحاق إلها واحدا ونحن له مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാന്മാരായ പ്രവാചകന്മാരെ സംബന്ധിച്ചുള്ള നമ്മുടെ പഠന പരമ്പരയിൽ യാക്കൂബ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ പുത്രനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചുമുള്ള ചരിത്ര യാഥാർത്ഥ്യങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. പ്രവാചകന്മാരിൽ ഏറെ പ്രസിദ്ധനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ രണ്ടാമത്തെ പുത്രനായ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ മകനാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ചരിത്രം നമ്മൾ വിശദീകരിച്ചപ്പോൾ അന്ന് പറഞ്ഞത് നിങ്ങളുടെ ഓർമ്മകളിൽ ഉണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മലക്കുകൾ വന്നുകൊണ്ട് സന്തോഷവാർത്ത അറിയിച്ചല്ലോ, വന്ധ്യയായ ഇതുവരെ പ്രസവിച്ചിട്ടില്ലാത്ത സാറാ ബീവിക്ക് ഇസ്ഹാഖ് പിറക്കാൻ പോകുന്നുവെന്നും ആ ഇസ്ഹാഖിന്റെ പിൻഗാമിയായിക്കൊണ്ട് യാക്കൂബ് പിറക്കുമെന്നുമൊക്കെ നേരത്തെ തന്നെ മലക്കുകൾ മുഖേന അള്ളാഹു സന്തോഷവാർത്ത അറിയിച്ചത് സൂറത്ത് ഹൂദിലെ 71-ാമത്തെ ആയത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫബശ്ശർനാഹ ബിഇസ്ഹാഖ വമിൻ വറാഇ ഇസ്ഹാഖ യഅഖൂബ് എന്ന് അള്ളാഹു അവിടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. യാക്കൂബ് നബി അലൈഹിസ്സലാം ജീവിച്ചിരുന്നത് ഫലസ്തീനിലാണ്. അദ്ദേഹത്തിന് മറ്റൊരു പേരുകൂടി വിശുദ്ധ ഖുർആനിലൂടെയും പ്രമാണങ്ങളിലൂടെയും സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഇസ്രായീൽ എന്ന പേര് യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മറ്റൊരു പേരാണ്. ഹിബ്രു ഭാഷയിലുള്ള ഇസ്രായീൽ എന്ന ആ പ്രയോഗത്തിന്റെ അറബിയിലേക്ക് മൊഴിമാറ്റം നടത്തിയാൽ അബ്ദുല്ലാ, അള്ളാഹുവിന്റെ അടിമ എന്ന അർത്ഥമാണ് ലഭ്യമാവുക എന്ന് വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന് 12 സന്താനങ്ങളാണ് ഉണ്ടായിരുന്നത്. ആ 12 മക്കളും പിന്നീട് വന്ന അവരുടെ സന്താന പരമ്പരകളും അടക്കമുള്ള മൊത്തം ആ സമൂഹത്തെയാണ് ബനൂ ഇസ്രായീൽ എന്ന് വിളിക്കപ്പെടുന്നത്. യാക്കൂബ് അലൈഹിസ്സലാമിന്റെ 12 മക്കളുടെയും അവരുടെ ശേഷം വന്ന അവരുടെ മക്കളും മക്കളൊക്കെയായിട്ട് ലോകത്ത് വർദ്ധിച്ചു വന്ന ആ ജനസമൂഹം മൊത്തത്തിൽ ബനൂ ഇസ്രായേൽ, ഇസ്രായേൽ മക്കൾ, ഇസ്രായേൽ സന്തതികൾ എന്ന് അറിയപ്പെടുന്നു. വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജനവിഭാഗമാണ് ബനൂ ഇസ്രായേൽ എന്ന് നമുക്കറിയാം. സഹസ്രാബ്ദങ്ങളിലൂടെ കടന്നു വന്ന ആ ജനവിഭാഗം അള്ളാഹു അവരിൽ ധാരാളക്കണക്കിന് പ്രവാചകന്മാരെ നിയോഗിക്കുകയുണ്ടായി. ഇസ്രായേൽ സന്തതികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തിയിടത്ത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ എത്രയാണ് അനുഗ്രഹങ്ങൾ വാരിക്കോരി തന്നത് ഇസ്രായേൽ മക്കളെ. ഇത് ജഅല ഫീകും അംബിയാ, നിങ്ങളിൽ എത്ര പ്രവാചകന്മാരെ അയച്ചു. ധാരാളക്കണക്കിന് പ്രവാചകന്മാര് നിയുക്തമായ ഒരു സമൂഹമാണ്, ജനവിഭാഗമാണ് ബനൂ ഇസ്രായേൽ, ഇസ്രായേൽ സന്തതികൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രബോധന രംഗവും അതുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങളുമൊന്നും പരിശുദ്ധ ഖുർആനിൽ ഏറെ വിശദീകരിക്കപ്പെട്ട് കാണുന്നില്ല. എന്നാൽ ആ മഹാനായ പ്രവാചകൻ ഒരുപാട് കാലം ജീവിച്ച അദ്ദേഹം അനേകം തലമുറകളുടെ പൂർവിക പിതാവായി അറിയപ്പെടുന്ന അദ്ദേഹം തന്റെ സമൂഹത്തിൽ തൗഹീദ് വളരെ കൃത്യമായി അരക്കിട്ടുറപ്പിച്ച് പഠിപ്പിക്കുവാൻ ശക്തമായി തന്നെ ശ്രമിച്ചിരുന്നു എന്ന് ഖുർആനിൽ നിന്ന് വളരെ വ്യക്തമാണ്.
മഹാനായ പ്രവാചകന്റെ ജീവിതം ആ നിലക്ക് തൗഹീദിന് വേണ്ടി, തൗഹീദിന്റെ മാർഗത്തിൽ തന്റെ ജീവിതത്തെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോയി എന്നതിന്റെ അടയാളമാണ് മരണസമയത്തും തന്റെ സന്താനങ്ങളോട് കൊടുക്കുന്ന വസിയത്ത്. ഇസ്ലാമിനെ സംബന്ധിച്ചും തൗഹീദിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചുമായിരുന്നു. പരിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായി അല്ലാഹു തആല സൂറത്തുൽ ബഖറ 2-ാമത്തെ അധ്യായം 132, 133 ആയത്തുകളിലൂടെയായി അല്ലാഹു ഈ കാര്യം പറയുന്നുണ്ട്. വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയഖൂബു യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹി, ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ സന്താനങ്ങളോടും യഅഖൂബ് നബി അലൈഹിസ്സലാം തന്റെ സന്താനങ്ങളോടും ശക്തമായി വസിയത്ത് കൊടുക്കുകയുണ്ടായി. വളരെ ശക്തമായ സ്വരത്തിൽ അവിടുന്ന് ഉപദേശിച്ചിട്ടുണ്ട് മക്കളോട്, യാ ബനിയ, എന്റെ മക്കളെ, ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീൻ, അല്ലാഹ് നിങ്ങൾക്ക് ഇസ്ലാം ദീൻ നിങ്ങൾക്ക് തെരഞ്ഞെടുത്ത് തന്നതാണ്. ഞാൻ നിങ്ങളെ പഠിപ്പിച്ച ആ ദീനുൽ ഇസ്ലാം ഉണ്ടല്ലോ, അത് അല്ലാഹ് നിങ്ങൾക്ക് തെരഞ്ഞെടുത്ത് തന്ന മതമാണ്. അതുകൊണ്ട് ഫലാ തമൂതുന്ന, നിങ്ങൾ മരിച്ചു പോകരുതേ, ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായ നിലയിലല്ലാതെ മരിച്ചു പോകരുത്. തീർന്നില്ല, അതിന്റെ തൊട്ടടുത്ത വചനം അല്ലാഹു ചോദിക്കുകയാണ്, അം കുന്തും ശുഹദാ, അതല്ല നിങ്ങൾ സാക്ഷികളായിട്ടുണ്ടായിരുന്നുവോ, ഇത് ഹദറ യഅഖൂബൽ മൗതു, യഅഖൂബിന് മരണം ഹാജരായ നേരത്ത്, മഹാനായ ആ പ്രവാചകന് മരണാസന്നമായ നേരത്ത്, ഇത് ഖാല ലിബനീ, അദ്ദേഹം തന്റെ സന്താനങ്ങളെ വിളിച്ചുകൊണ്ട് പറയാണ്, മാ തഅബുദൂന മിൻ ബഅദീ, മക്കളെ, എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? എനിക്ക് ശേഷം നിങ്ങൾ ആരെ ആരാധിക്കും മക്കളെ എന്ന് ആ പ്രവാചകൻ സന്താനങ്ങളോട് മരണവേളയിൽ ചോദിക്കുകയാണ്. ആ സമയത്ത് ബാപ്പ പഠിപ്പിച്ച കൃത്യമായ ആദർശബോധമുള്ള മക്കൾ വളരെ കൃത്യമായി സന്തോഷിപ്പിക്കുന്ന മറുപടിയാണ് പറയുന്നത്. ഖാലൂ, ആ മക്കൾ പറഞ്ഞു, നഅ്ബുദു ഇലാഹക, പിതാവേ, നിങ്ങളുടെ ഇലാഹ്, നിങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ച ആ ഇലാഹാരോ, ആ ഇലാഹിനെ തന്നെ ഞങ്ങൾ ആരാധിക്കും. വഇലാഹ ആബായിക, നിങ്ങളുടെ പിതാക്കളായ ഇബ്രാഹീം വ ഇസ്മാഈൽ വ ഇസ്ഹാഖ്, അവരൊക്കെ ഏതൊരു ഇലാഹിനെ ആരാധിച്ചുവോ ആ ഇലാഹിനെ തന്നെ ഞങ്ങൾ ആരാധിക്കും. അഥവാ ഇലാഹം വാഹിദാ, ഏകനായ ആരാധ്യനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ മുഴുവനും അല്ലാഹുവിന് യഥാർത്ഥമായി കീഴൊതുങ്ങിക്കൊണ്ട് ജീവിക്കുന്ന മുസ്ലിമീങ്ങളായി തന്നെ ഉണ്ടാകും. മഹാന്മാരായ പ്രവാചകന്മാരൊക്കെ അവരുടെ ജീവിതത്തിൽ വളരെയേറെ അവരിലും കുടുംബത്തിലും ഏറെ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ച് ഇടക്കിടക്ക് ഇങ്ങനെ വസിയത്ത് കൊടുക്കും. തൗഹീദിനെ സംബന്ധിച്ച് ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്തും. ഇവിടെ നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഇത്തരം വസിയത്തിന്റെ പ്രാധാന്യം. മരണത്തിന്റെ നേരത്ത് നമുക്കത് പറയാൻ സാധിക്കണമെങ്കിൽ തൗഹീദും ഇഖ്ലാസും ഈമാനും ദീനുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തിയാലേ അവസാന ഘട്ടത്തിലും അത് മനസ്സിൽ ഓർമ്മ വരികയുള്ളൂ. അവസാന ഘട്ടത്തിലും തന്റെ മക്കളോടത് പറയാനും ഉപദേശിക്കാനും ഒരു പിതാവിന് സാധിക്കണമെങ്കിൽ ആ പിതാവിന്റെ ജീവിതം ഇസ്ലാം അനുസരിച്ചായിരിക്കണം, തൗഹീദിൽ ഉൾക്കൊണ്ട ജീവിതമായിരിക്കണം. ഇസ്ലാമിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന രക്ഷിതാക്കൾക്ക് എപ്പോഴും തങ്ങളുടെ മക്കൾ വഴിപിഴച്ചു പോയേക്കുമോ എന്ന ഭീതി ഉണ്ടാവുക സ്വാഭാവികമാണ്. അവർക്ക് എപ്പോഴും ഭയമുണ്ടാവുക സ്വാഭാവികമാണ്. അതുകൊണ്ട് ഇടയ്ക്കിടെ അവരിങ്ങനെ ശ്രദ്ധിക്കുകയാണ്, എന്റെ മകനെന്തു ചെയ്യുന്നു, മകളെന്തു ചെയ്യുന്നു, ഇസ്ലാമികമായി അവരുടെ നിലപാടെന്താണ്, ദീനിൽ അവരുടെ നിലപാടെന്താണ്, അവരുടെ വീക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നിങ്ങനെ കൃത്യമായി തന്നെ ഇടയ്ക്കിടെ പരിശോധന നടത്തുന്നു. അങ്ങനെ പരിശോധിച്ച് നടക്കുന്ന ഒരു രക്ഷിതാവിന് മരണനേരത്തും സമാധാനമുണ്ടാവില്ല. മരണനേരത്തും ആ പിതാവ് ചോദിക്കുകയാണ്. ഇവിടെ യഅഖൂബ് നബി അലൈഹിസ്സലാമിന് അറിയേണ്ടത്, മക്കളെ,
നിങ്ങൾ മുസ്ലിമായി കൊണ്ട് ജീവിക്കണേ. നിങ്ങൾക്ക് അള്ളാഹ് തെരഞ്ഞെടുത്തു തന്ന മതമാണ് ദീനുൽ ഇസ്ലാം. ആ ഇസ്ലാമാണ് അള്ളാഹ് നിങ്ങൾക്ക് തെരഞ്ഞെടുത്ത് തന്നത്. അതിന്റെ നിയമങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കണേ. ആ റബ്ബിന്റെ കൽപ്പനകളെ ശിരസാവഹിച്ചുകൊണ്ട് ആ റബ്ബ് വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് എന്റെ മക്കളെ യഥാർത്ഥ ദീനിന്റെ അനുയായികളാവുകയും മുസ്ലിമീങ്ങളായി തന്നെ ജീവിക്കാൻ അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കണേ. മുസ്ലിമായി ജീവിച്ചാലല്ലാതെ മുസ്ലിമായി മരിക്കാനാവില്ല. അതുകൊണ്ട് മക്കളെ, നിങ്ങൾക്ക് അല്ലാഹ് തെരഞ്ഞെടുത്ത് തന്നിട്ടുള്ള ഈ ദീനുൽ ഇസ്ലാം അനുസരിച്ച് ജീവിച്ച് മുസ്ലിമീങ്ങളായ നിലക്കല്ലാതെ നിങ്ങളും മരിച്ചു പോകാൻ ഇടവരരുതേ എന്ന് പറയുന്നു. തീർന്നില്ല, അദ്ദേഹം ചോദിക്കുകയാണ്, മക്കളെ, വളരെ മരണമാസന്നമായ രോഗത്തിൽ ആ മക്കളെയൊക്കെ അടുത്തേക്ക് വിളിച്ചു വരുത്തിയിട്ട് ചോദിക്കുകയാണ്, എന്റെ പൊന്നുമക്കളെ, മാ തഅബുദൂന മിൻ ബഅദീ, ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്? ആ ആദർശം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? ഏകനായ റബ്ബിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് മരിക്കുന്ന നേരത്തും എനിക്ക് കേൾക്കേണ്ടത് നിങ്ങളില്ലെന്നൊരു മറുപടിയാണ്. മാ തഅബുദൂന മിൻ ബഅദീ, എന്റെ ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? എന്തിനാണ് ആരാധിക്കുക? ആ പിതാവിന് അതാ അറിയേണ്ടത്. മക്കളെ, എന്റെ ശേഷം നിങ്ങൾ എങ്ങനെ ജീവിക്കാനൊന്നുമില്ല. ആരാണ് നിങ്ങളെ നോക്കാണ്ടാവുക? ആരാണ് നിങ്ങളുടെ കാര്യം ഏറ്റെടുത്ത് നടത്താനുണ്ടാവുക? നിങ്ങളുടെയൊക്കെ ഭാവി എന്താകും? അതൊന്നുമല്ല മഹാനായ പ്രവാചകൻ അറിയേണ്ടത്. അതൊക്കെ ദുന്യാവിന്റെ കാര്യമല്ലേ? അതൊക്കെ ബാപ്പയ്ക്ക് ശേഷം ബാപ്പയേക്കാൾ സമ്പന്നരായേക്കാം മക്കൾ, ബാപ്പയേക്കാൾ ബുദ്ധിയും അതുപോലെ തന്നെ തന്റെ ഇടവും അതുപോലെ തന്നെ ദുന്യാവിന്റെ കാര്യങ്ങളൊക്കെ നേടാൻ സാമർഥ്യവുമൊക്കെയുള്ള ആളുകളായേക്കാം. പക്ഷേ അതിനേക്കാളെല്ലാം ഉപരി അതൊന്നുമല്ലല്ലോ പ്രധാനം. ദുന്യാവിൽ എങ്ങനെ എന്നതല്ല, ആ ദുന്യാവിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്റെ മക്കളുടെ ആദർശം എന്തായിരിക്കും? ഞാൻ നിലക്കൊണ്ട ആദർശത്തിൽ എന്റെ മക്കൾ ഉണ്ടാകുമോ? ആ ആദർശത്തിന്റെ പ്രചാരകരും പ്രബോധകരുമായി കൊണ്ടവരുണ്ടാകുമോ? അതിന്റെ സഹായ സഹകാരികളായി കൊണ്ടവരുണ്ടാകുമോ? അതാണ് മഹാനായ പ്രവാചകൻ അറിയേണ്ടത്. അതുകൊണ്ട് ആ മഹാനായ പിതാവ് സ്നേഹത്തോട് മക്കളോട് ചോദിക്കുന്നു, എന്റെ കാലശേഷം നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുക? ആ മക്കൾ പിതാവിന്റെ ആ സമയത്തുള്ള ചോദ്യം കേട്ട് വളരെ സന്തോഷത്തോടെ ആത്മാർത്ഥമായി കൊണ്ട് പിതാവിന്റെ മനസ്സിന് കുളിരേകുന്ന സന്തോഷിപ്പിക്കുന്ന വാക്കുകളാ മറുപടിയായിട്ട് പറയുന്നത്, നഅ്ബുദു ഇലാഹക വ ഇലാഹ അബായിക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദാ വ നഹ്നു ലഹു മുസ്ലിമൂൻ. പിതാവേ, നിങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചൊരു ഇലാഹുണ്ട്. ആ ഇലാഹിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ. അതാരാ? നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ പൂർവിക പിതാക്കള്, താങ്കളുടെ പിതാക്കളായ ഇബ്രാഹീമും ഇസ്മാഈലും ഇസ്ഹാഖും അവരൊക്കെ പഠിപ്പിച്ച ഇലാഹൻ വാഹിദൻ, ഏകനായ ഇലാഹ്, അവരെ മാത്രമേ, ആ റബ്ബിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ. പിതാവേ, സന്തോഷിച്ചോളൂ, ഞങ്ങളുടെ കാര്യത്തിൽ സങ്കടപ്പെടണ്ട, ഞങ്ങൾ അതിൽ ഉറച്ചു നിൽക്കും. മാത്രമല്ല വനഹ്നു ലഹു മുസ്ലിമൂൻ, നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞില്ലേ മക്കളെ, ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായ നിലയിലല്ലാതെ നിങ്ങൾ മരിച്ചു പോകാൻ ഇടവരരുത്, അതുകൊണ്ട് മുസ്ലിമീങ്ങളായി ജീവിക്കണേ എന്ന് പറഞ്ഞില്ലേ? പിതാവേ, ഇതാ ഉറപ്പു തരുന്നു, വനഹ്നു, ഞങ്ങൾ ലഹു, ആ റബ്ബിന്, മുസ്ലിമൂൻ, കീഴൊതുങ്ങിക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങളായി തന്നെ ഉണ്ടാകും. ആ സന്തോഷത്തിന്റെ വാക്ക് കേട്ടുകൊണ്ട് മഹാനായ ആ പ്രവാചകന് മരിക്കാൻ സാധിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി ഒരു പിതാവിന്റെ മനസ്സിലെ വികാരമാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഒരു സമാധാനം കിട്ടാനുള്ള ഒരു ചോദ്യമാണ്. തനിക്ക് സമാധാനത്തോടെ മരിക്കണം. വളരെ കൃത്യമായി അതോടൊപ്പം അവരെ ഓർമ്മപ്പെടുത്തുകയും വേണം. നിങ്ങൾ എന്റെ ശേഷം എങ്ങനെയാ ജീവിക്കേണ്ടത് എന്ന് അവരെ ഒന്നുകൂടി ശക്തമായി ഓർമ്മപ്പെടുത്തുകയും വേണം. അല്ലാതെ അവരിപ്പോ ശിർക്ക് ചെയ്ത ആളുകളായിട്ടൊന്നുമല്ല. മഹാനായ പ്രവാചകൻ അറിയാം, എന്റെ മക്കള് അള്ളാനെയാപ്പ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്, ഇനി എന്റെ ശേഷം അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ എന്ന് അറിയാഞ്ഞിട്ടല്ല. പക്ഷെ എന്നാലും ഒരു സമാധാനത്തിന് വേണ്ടി, ഒരു സംതൃപ്തിക്ക് വേണ്ടി, മാത്രമല്ല ആ ഉപദേശത്തിലൂടെ, വസിയത്തിലൂടെ അവർക്ക് കൃത്യമായി ഇതിൽ തന്നെ നിങ്ങൾ ഉറച്ചു മുന്നേറണം എന്ന ഒരു
തദ്കീറും ഒരു മുന്നറിയിപ്പും ആ കാര്യത്തെക്കുറിച്ച് പൂർണ്ണമായ നിലക്ക് വീണ്ടും വീണ്ടും ഒരു ഉത്ബുദ്ധനാക്കലും ഒക്കെ മഹാനായ പ്രവാചകൻ പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. ഏതൊരു തഖ്വയുള്ള പിതാവിനും തന്റെ ശേഷക്കാരായ മക്കളിൽ ഇതുണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാളും ഉണ്ടാവുകയില്ല. അള്ളാഹു നമുക്കെല്ലാം ആ നിലക്കുള്ള സാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകിക്കൊണ്ട് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ഇരു സഹോദരന്മാരെ, ആദർശം പകർന്നു കൊടുത്തുകൊണ്ട് മരിക്കാൻ കഴിയുക എന്നതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. ദുന്യാവിലെ എന്തും അനന്തരമായി വിട്ടേച്ചു പോകുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഒരാദർശം തന്റെ മക്കൾ അനന്തരാവകാശമായി അവർ ഏറ്റെടുക്കുന്ന ആ ഒരവസ്ഥയിലേക്ക് അവർ വളരുകയും ഉയരുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. അതാണ് അനന്തരമായി അവർക്ക് കിട്ടേണ്ടത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുകയും ജീവിച്ചിരിക്കുന്ന കാലത്തെല്ലാം ആ നിലക്കുള്ള ഉത്ബോധനങ്ങളും ഉപദേശ നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ട് അള്ളാഹുവിനോട് അതിനു വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുക. ദുന്യാവിൽ ഉപകാരപ്പെടുന്നതിനേക്കാളും അപ്പുറം ഇവരെ കൊണ്ട് ആഖിറത്തിൽ ഉപകരിക്കണേ എന്ന് ആ ഒരു പ്രാർത്ഥനയും ആ ഒരു ചിന്തയും അതിനനുസൃതമായ പ്രവർത്തനങ്ങളും സഹോദരങ്ങളെ നമ്മളിൽ നിന്നുണ്ടാകണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. നാം മനസ്സിലാക്കുക, നമുക്കതിന് സൗഭാഗ്യം ഉണ്ടാകണം. അതിനുവേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. മഹാനായ ഈ പ്രവാചകൻ യാക്കൂബ് നബി അലൈഹിസ്സലാമിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ മഹാനായ പുത്രനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുമ്പോൾ അതിലൂടെ കുറെ ഭാഗങ്ങൾ നമുക്ക് കടന്നു വരാനുണ്ട്. അതുകൊണ്ട് ഇനി നമുക്ക് വിശദീകരിക്കുവാനുള്ളത് മഹാനായ പ്രവാചകൻ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പുത്രന്മാരിൽ ഒരുവനായ അഥവാ 12 മക്കളിൽപ്പെട്ട പ്രവാചകനായി അള്ളാഹു തെരഞ്ഞെടുത്ത യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കപ്പെട്ടു യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച്. ചോദിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തി പറഞ്ഞ വാചകം, ആരാണ് യൂസുഫ് എന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങളുടെ മറുപടി, ഹുവൽ കരീം ബിനിൽ കരീം ബിനിൽ കരീം ബിനിൽ കരീം, ഏറ്റവും മാന്യനായ ആരുടെ പുത്രന്റെ മാന്യനായ പുത്രന്റെ മാന്യനായ പുത്രന്റെ മാന്യനായ പുത്രൻ. 4 കരീം എന്ന് പറഞ്ഞു. അഥവാ യൂസുഫ് ബിന് യാക്കൂബ് ബിന് ഇസ്ഹാഖ് ബിന് ഇബ്രാഹിം അലൈഹിമുസ്സലാം. വലിയ മഹത്വമുള്ള പ്രവാചകന്മാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ നമുക്ക് അറിയിച്ചു തന്നത് സ്വഹീഹ് മുസ്ലിമിൽ കാണാം. അഅതാഹുല്ലാഹു ശത്റുൽ ഹുസൻ എന്നാണ്. സൗന്ദര്യം, ഈ ലോകത്തിന്റെ സൗന്ദര്യം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ സൗന്ദര്യത്തിന്റെ ഒരു പകുതി യൂസുഫ് അലൈഹിസ്സലാമിൽ സമ്മേളിച്ചിരുന്നു എന്നാണ്. അത്ര വലിയ അതീവ സുന്ദരൻ. ആ നിലക്കുള്ള സൗന്ദര്യം കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു മഹാനായ പ്രവാചകനായിരുന്നു യൂസുഫ് നബി അലൈഹിസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചരിത്രം ആരംഭിച്ചപ്പോൾ നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്, ഏറ്റവും നല്ല ചരിത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനെ സംബന്ധിച്ച് പറഞ്ഞു തുടങ്ങിയത്. എല്ലാ നബിമാരുടെ ചരിത്രങ്ങളും അഹ്സനുൽ ഖസസ് തന്നെയാണ്. എല്ലാ നബിമാരുടെ ചരിത്രങ്ങളും ഏറ്റവും മെച്ചപ്പെട്ട ചരിത്രങ്ങളാണ്. വിശുദ്ധ ഖുർആൻ പറയുന്ന പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ മൊത്തവും അഹ്സനുൽ ഖസസ് ആണ്. യാതൊരു സംശയവുമില്ല, എല്ലാം വ്യക്തമായ ചരിത്രങ്ങളാണ്. അതോടൊപ്പം ഓരോ പ്രവാചകന്മാർക്കും അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ത്യാഗങ്ങളുടെയും കഥകളുടെയും മേഖലയിലൂടെ മാനദണ്ഡം വെച്ച് പരിശോധിക്കുമ്പോൾ ഓരോ നബിമാരുടെയും ചരിത്രങ്ങൾ ആ വിഷയത്തിൽ അഹ്സനുൽ ഖസസ് ആണ്. ആ വിഷയത്തിൽ അഹ്സനുൽ ഖസസ് ആണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിന് നേരിടേണ്ടി വന്ന പരീക്ഷണങ്ങൾ നോക്കുമ്പോൾ ആ വിഷയത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട ചരിത്രമാണത്. ഇനി മൂസ നബിയുടെ ചരിത്രം നോക്കിയാൽ, അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന വിഷയങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അതിൽ ഏറ്റവും മെച്ചപ്പെട്ട ചരിത്രം അതാണ്. ഇങ്ങനെ ഓരോ വിഷയങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എല്ലാ പ്രവാചകന്മാരുടെയും ചരിത്രങ്ങൾ മൊത്തത്തിൽ ഏത് തന്നെയാണ്? അഹ്സനുൽ ഖസസ് തന്നെയാണ്. അള്ളാഹു അവരുടെ പ്രവാചകന്മാരെ സംബന്ധിച്ച്, അള്ളാഹു അവന്റെ പ്രവാചകന്മാരെ സംബന്ധിച്ച് പറഞ്ഞ ഖിസ്സകൾ മുഴുവനും ഏറ്റവും മുന്തിയ ചരിത്രങ്ങളാണ്. അത് നമുക്ക് ഗുണപാഠത്തിനുള്ളതാണ്, മാതൃകയോടെ പിൻപറ്റാനുള്ളതാണ് എന്ന് ഇസ്ലാം നമുക്ക് വളരെ കൃത്യമായി തന്നെ പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. സൂറത്ത് യൂസുഫിന്റെ പ്രത്യേകത അതല്ലെങ്കിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പ്രത്യേകത, ആ ചരിത്രം വിശുദ്ധ ഖുർആനിൽ ഒരൊറ്റ അധ്യായത്തിലൂടെയായി മുഴുവനായി സുദീർഘമായ ഒരു അധ്യായത്തിൽ മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. മറ്റു സ്ഥലങ്ങളിലൊന്നും വേറെ ചരിത്രങ്ങളൊന്നുമില്ല.
അതേ അവസരത്തിൽ മറ്റു പ്രവാചകന്മാരെ കുറിച്ചൊക്കെയുള്ള ചരിത്രങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ വ്യത്യസ്തങ്ങളായ സൂറകളിൽ, അധ്യായങ്ങളിൽ പരന്നു കിടക്കുകയാണ്. എന്നാൽ യൂസുഫ് അലൈഹിസ്സലാമിന്റെ ഈ ചരിത്രം ആ ഒരു പേരിലുള്ള ഒരൊറ്റ അധ്യായത്തിന്റെ ആദ്യാന്തം അതങ്ങ് സവിസ്തരം പ്രതിപാദിച്ചു എന്നതാണ് ആ ചരിത്രത്തിന്റെ ഒരു പ്രത്യേകത. മഹാനായ പ്രവാചകൻ യൂസുഫ് നബി അലൈഹിസ്സലാം അദ്ദേഹം കണ്ട ഒരു സ്വപ്നത്തിന്റെ വിഷയം സൂചിപ്പിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ആ ചരിത്ര വിവരണത്തിന് തുടക്കം കുറിച്ചത്. യൂസുഫ് അലൈഹിസ്സലാം, യാക്കൂബ് അലൈഹിസ്സലാമിന്റെ 12 സന്തതികളിൽ ഒരാളാണ് യൂസുഫ്. അദ്ദേഹത്തിന്റെയും അനിയനാണ് ബിന്യാമീൻ. അവരാണ് ഇളയവർ, അതിന്റെയും മൂത്തവരാണ് മറ്റുള്ള 10 പേർ. അങ്ങനെ 12 മക്കളടങ്ങുന്ന ഇസ്രായേൽ എന്ന് പേരുള്ള മഹാനായ യാക്കൂബ് അലൈഹിസ്സലാമിന്റെ പുത്രന്മാർ. അവരിൽ യൂസുഫ് നബി അലൈഹിസ്സലാം ഒരു സ്വപ്നം കാണുന്നു. അവിടെ നിന്നാണ് മഹാനവറുകളുടെ ചരിത്രം അല്ലാഹു പറഞ്ഞു തുടങ്ങുന്നത്. ഇദ് ഖാല യൂസുഫു ലിഅബീഹി യാ അബതി ഇന്നി റഅയ്തു 11 കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലീ സാജിദീൻ. യൂസുഫ് നബി അലൈഹിസ്സലാം തന്റെ പിതാവിനോട് പറയുകയാണ്. യൂസുഫ് അലൈഹിസ്സലാം പിതാവിനോട് പറഞ്ഞ സന്ദർഭം, യാ അബതി, എന്റെ പൊന്നു പിതാവേ, ഇന്നി റഅയ്തു, ഞാൻ കണ്ടിരിക്കുന്നു, ഞാൻ കാണുകയുണ്ടായി പിതാവേ, സ്വപ്നത്തിൽ ഞാൻ ദർശിക്കുകയുണ്ടായി. 11 കൗകബൻ, 11 നക്ഷത്രങ്ങളും, വശംസ, സൂര്യനും, വൽ ഖമറ, ചന്ദ്രനും, റഅയ്തുഹും ലീ സാജിദീൻ, അവരെല്ലാം എന്റെ മുമ്പിൽ വന്ന് നമിക്കുന്നതായി, വണങ്ങുന്നതായി, സുജൂദിൽ വീഴുന്നതായി ഞാൻ കാണുകയുണ്ടായി. ഇതാണ് കണ്ട സ്വപ്നം. 11 നക്ഷത്രവും സൂര്യനും ചന്ദ്രനും കൂടെ എന്റെ മുമ്പിൽ വന്നുകൊണ്ട് നമിക്കുന്നു, വണങ്ങുന്നു. ഇതാണ് ഞാൻ കണ്ട സ്വപ്നം എന്ന് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം പിതാവിനോട് പറയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പാഠം, ഇവിടെ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ഒരു ബന്ധം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്ത് തന്റെ പ്രശ്നങ്ങൾ തന്നെ അലട്ടുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഒരു പിതാവിനോടും മാതാവിനോടുമായിരിക്കണം മക്കൾ അത് പങ്കുവെച്ച് പരിഹാരം ആരായേണ്ടത്. തങ്ങൾക്കുണ്ടാകുന്ന, തങ്ങളുടെ പ്രവർത്തന മേഖലകളിലും പലയിടങ്ങളിൽ നിന്നും തങ്ങൾക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏതേത് പ്രശ്നങ്ങൾ തങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടോ അതെല്ലാം ആദ്യമായി പങ്കുവെച്ച് അത് അറിയിക്കുകയും പരിഹാരം തേടുകയും ചെയ്യേണ്ടത് തങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്ന, തങ്ങൾക്ക് ജന്മം നൽകുകയും അതുപോലെ തന്നെ തങ്ങളെ പരിപാലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന രക്ഷിതാക്കളോടായിരിക്കണം. മറ്റുള്ളവരോടല്ല പറയേണ്ടത്, മറ്റുള്ളവരോടല്ല പരിഹാരത്തിന് ആരായേണ്ടത്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം പിതാവിനോടാണ് വന്നിട്ട് തന്റെ ഈ കാര്യം ആദ്യം തന്നെ പറയുന്നത്. എന്താവശ്യമുണ്ടെങ്കിലും മാതാപിതാക്കളോട് മനസ്സ് തുറക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി തീരണം എന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു പാഠമാണ്. അതേ അവസരത്തിൽ നിന്ന് നേരെ മറിച്ചാണ്. പ്രശ്നങ്ങളും പ്രയാസങ്ങളും എന്തെങ്കിലും അലട്ടുന്നുണ്ടെങ്കിൽ പാപ്പയോട് പറയൂല, ഉമ്മയോട് പറയൂല. അത് ചിലപ്പോ പുറത്ത് മറ്റുള്ളവരോടോ അല്ലെങ്കിൽ കൂട്ടുകാരോടോ ഒക്കെ പങ്കുവെക്കും. ഈ ആളുകൾ ഒരു പക്ഷേ നമുക്ക് ഗുണം കാക്ഷിക്കുന്ന ആളുകൾ ഉണ്ടായേക്കാം, ഗുണകാംക്ഷ ഇല്ലാത്തവരുണ്ടായേക്കാം, ശത്രുക്കൾ ഉണ്ടായേക്കാം. പലരിൽ നിന്നും കിട്ടുന്ന പരിഹാരമാർഗങ്ങൾ പലതായിരിക്കും. അതുകൊണ്ട് തന്നെ പറയേണ്ടിടത്താണ് പറയേണ്ടത്. ആരോട് പറയണം? മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ഈ പ്രശ്നമുണ്ടായപ്പോ അനുജന്മാരോടും ജ്യേഷ്ഠന്മാരോടും പറയാൻ പോയിട്ടില്ല, അതല്ലെങ്കിൽ മറ്റു നാട്ടിൽ പറയാൻ പോയിട്ടില്ല. തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടത് തന്റെ ഉപ്പയാണ്. ആ ഉപ്പയോട് പോയിട്ട് പറയുന്നു, പിതാവേ, ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്, അങ്ങനെ ഒരു സ്വപ്നം ഞാൻ കണ്ടു, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല, ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിനോട് വളരെ സ്നേഹത്തോടെ ഈ പൊന്നുമോൻ വന്നുകൊണ്ട് ആവശ്യം പറയുമ്പോ മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മറുപടി, ഖാല യാ ബുനയ്യ ലാ തഖ്സുസ് റുയാക അലാ ഇഖ്വതിക ഫയകീദൂ ലക കൈദാ ഇന്നശ് ശൈത്താന ലിൽ ഇൻസാനി അദുവ്വൻ മുബീൻ. പിതാവിനോടാണ് പറയേണ്ട സ്ഥാനത്താവെന്ന് പറഞ്ഞത്. എന്തു പ്രശ്നവും അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അവിടെ പറയണം. രക്ഷിതാക്കളോടും മനസ്സ് തുറക്കുന്ന മക്കളാകലാണ് നല്ലത്. അല്ലെങ്കിൽ ആ മക്കൾക്ക് പല ആദികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും, വീട്ടിൽ പ്രതിസന്ധികൾ ഉണ്ടാകും. ആപ്പയും മക്കളും ഉമ്മയും മക്കളും തമ്മിലൊന്നും ബന്ധങ്ങളില്ല, മൗനമാണ്, ഒന്നും തുറന്നു സംസാരിക്കൂല, എവിടെണ്ടായ അനുഭവങ്ങളും പങ്കുവെക്കൂല, ഉപദേശം തേടുന്നില്ല, മൗനമാണ്, പുറത്താണ് എല്ലാവരോടും എന്തും പറയുന്നത്, വീട്ടിലൊരു മുഷാവറയില്ല. അങ്ങനെ വന്നാൽ ആ കുടുംബത്തിന്റെ സമാധാനമാണ് തകരുക.
അതേ അവസരത്തിൽ എന്തും ആദ്യം മുശാവറ നടത്തുകയും ചർച്ച ചെയ്യുകയും ചെയ്യേണ്ടത് തന്റെ വീടാണ്, തന്റെ ഭവനമാണ്, തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളാണ്. അതാണ് ഇവിടെ യൂസുഫ് നബി അലൈഹിസ്സലാം ആദ്യം തന്നെ ഈ സന്തോഷം, അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം കണ്ടപ്പോ തന്നെ വാപ്പയോട് പോയിട്ടൊരു സ്വകാര്യമായിട്ട് പറയാണ്. ആ അവസരത്തിൽ പിതാവിന് മനസ്സിലായി. കാരണം അല്ലാഹുവിന്റെ പ്രത്യേക തൗഫീഖുള്ള നബിയാണ്. സ്വപ്നം കണ്ടാൽ ആ സ്വപ്നത്തെ സംബന്ധിച്ചുള്ള അറിവും യാക്കൂബ് നബി അലൈഹിസ്സലാമിനും റബ്ബ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് സംബന്ധമായി കാര്യങ്ങൾ മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിനും മനസ്സിലായി. എന്തോ ഒരു സന്തോഷമായ കാര്യമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലൂടെ എന്റെ മോന് വല്ല അപകടവും വരുമോ എന്ന് അപകടം മുൻകൂട്ടി മണക്കുകയാണ് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം. അതുകൊണ്ട് മോനോട് സ്വകാര്യമായി പറഞ്ഞു, യാ ബുനയ്യ, എന്റെ കുഞ്ഞു മോനെ, ലാ തഖ്സസ് റുയാക്, നിന്റെ ഈ സ്വപ്നത്തെ കുറിച്ച് നീ പറഞ്ഞു കൊടുക്കരുത്. നിന്റെ ഈ സ്വപ്നം നീ വിവരിച്ചു കൊടുക്കരുത്, അത് പറഞ്ഞു കൊടുക്കരുത്, ആ കഥ നീ പറയരുത്. അലാ ഇഖ്വതിക, നിന്റെ സഹോദരങ്ങളോട് പറയരുത്, മറ്റുള്ളവരോട് നീ അത് പറയരുത്. ഫയകീദൂ ലക കൈദാ, കാരണം അവർ നിനക്കെതിരെ കുതന്ത്രം മെനയാൻ ഇടയുണ്ട്. നിനക്കെതിരെ കുതന്ത്രം മെനയാൻ സാധ്യതയുണ്ട്. കാരണം അവരത്ര മോശക്കാരായതുകൊണ്ടല്ല, ശൈത്താൻ എല്ലാവരുടെയും കൂടെയുണ്ട് മോനെ. അതുകൊണ്ട് ഇന്ന ശൈത്താൻ, നിശ്ചയമായി ശൈത്താൻ, ലിൽ ഇൻസാനി അദുവ്വും മുബീൻ, ശൈത്താൻ തീർച്ചയായും ശൈത്താൻ മനുഷ്യന്റെ വ്യക്തമായ ശത്രു തന്നെയാണ്. അതുകൊണ്ട് ഇത് പറയരുത്. കാരണം എന്താ അറിയോ? അസൂയക്ക് വകവെക്കും. അസൂയ ഉണ്ടായി തീർന്നാൽ അത് വലിയ അപകടത്തിലേക്ക് നീങ്ങും. അസൂയ എന്ന് പറയുന്നത് മാരകമായ രോഗമാണ്, ഒരു മഹാമാനസിക രോഗമാണ് അസൂയ. അസൂയാലു എന്തും ചെയ്യും, എന്തും ചെയ്യാൻ മടിക്കില്ലെന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. നമുക്കറിയില്ലേ, ഹാബീല് ആ രണ്ട് സന്താനങ്ങൾക്കിടയിൽ എന്താ പ്രശ്നമുണ്ടായത്? അസൂയയാണ് ഒരാളുടെ കൊലപാതകത്തിൽ കലാശിച്ചത്. മനുഷ്യൻ മറ്റൊരാളെ കൊല്ലുന്നിടത്തോളം വരെ അസൂയ എത്തിച്ചേരും. അതുകൊണ്ടാണ് സൂറത്തുൽ ഫലഖിലോട് റബ്ബിനോട് നമ്മൾ തേടുന്നത് പ്രഭാത പ്രദോഷങ്ങളിലും, അതുപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുന്ന വേളയിൽ ഊതിയിട്ട് അതോതി ശരീരത്തിൽ തടവുമ്പോഴുമൊക്കെ നമ്മൾ ഓതുന്ന സൂറത്തുൽ ഫലഖില്ലേ, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് എന്നിങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറയുന്നത് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. അസൂയ വെച്ചാൽ ഉണ്ടാകുന്ന ശർറിൽ നിന്നും അല്ലാഹുവേ നിന്നോട് ഞാൻ ശരണം തേടുന്നു. അത് വലിയൊരു പ്രശ്നമാണ്. അസൂയ ഉണ്ടായി തീർന്നാൽ ആ അസൂയക്കാരൻ പിന്നെ എന്തും ചെയ്യും. അത് എത്രത്തോളം ശൈത്താൻ പ്രവർത്തിക്കും എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലായത്. അസൂയ കടത്തിയിട്ടുള്ള ശൈത്താന്റെ പ്രവർത്തനങ്ങൾ ഒരേ മാതാപിതാക്കൾ, അതല്ലെങ്കിൽ ഒരേ പിതാവിൽ നിന്ന് ജനിച്ചിട്ടുള്ള മക്കളിൽ വരെ ഉണ്ടാകുന്നു. അതിൽ വരെ ശൈത്താന്റെ തന്ത്രം പ്രയോഗിക്കും. അതുകൊണ്ടല്ലേ ഒരു ഉപ്പാന്റെ മക്കളല്ലേ ഈ 12 മക്കളും, അവർക്കിടയിലായി പ്രശ്നം ഇനി വരാൻ പോകുന്നത്. അസൂയ, അവർക്കിടയിൽ ആ പ്രശ്നം വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ അനുഗ്രഹങ്ങളും ഒരു അനുഗ്രഹം കിട്ടിയ എല്ലാരോടും പറഞ്ഞു നടക്കണ്ടെന്നാണ്. ഒരു റിപ്പോർട്ടിൽ നമുക്ക് കാണാം, ഇസ്തഈനു അലാ ഇൻജാഹിൽ ഹവായിജി ബിൽ കത്മാൻ ഫഇന്ന കുല്ല ദീ നിഅമത്തിൻ മഹ്സൂദ്. അഥവാ നിങ്ങൾ ആവശ്യങ്ങളൊക്കെ, ചില കാര്യങ്ങളൊക്കെ വിജയിക്കണമെങ്കിൽ ചിലതൊക്കെ നിങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് സഹായം തേടണേ. എല്ലാം നിങ്ങൾ എല്ലാവരോടും ഇങ്ങനെ പറയണ്ട. നമുക്കൊരു നിയമത്ത് കിട്ടിയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിജയം കിട്ടിയാലോ അതിങ്ങനെ എല്ലാവരോടും ഒന്നും പറയണ്ട. എല്ലാം ഇങ്ങനെ എല്ലാവരോടും പറയണ്ട. കാരണം എന്താണ്? ഫഇന്ന കുല്ല ദീ നിഅമത്തിൻ മഹ്സൂദുൻ, നിഅമത്തുള്ള എല്ലാ മനുഷ്യനും അസൂയാലുക്കളും ഉണ്ടാകും. നിഅമത്ത് ആർക്കൊക്കെ ഏതൊക്കെ വിധത്തിൽ നിഅമത്ത് കിട്ടിയിട്ടുണ്ടോ അവർക്കൊക്കെ അസൂയാലുക്കളെയും കാണും. അതുകൊണ്ട് അങ്ങനെ എല്ലാം ഇങ്ങനെ എല്ലായിടത്തും പറയണ്ട. വിജയം കിട്ടുമ്പോൾ അതിങ്ങനെ എല്ലാരോടും പറയണ്ട.
അതിൽ അസൂയ വെക്കുന്നവരുണ്ടാകും, അതിൽ കുതന്ത്രം മെനയുന്ന കക്ഷികൾ ഉണ്ടാകും, അതിൽ പൊളിക്കാൻ വേണ്ടി നടക്കുന്നവരുണ്ടാകും, അതിൽ പാരവെച്ച് നശിപ്പിക്കാൻ വരുന്നവരുണ്ടാകും. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ശൈത്താൻ എല്ലാവരുടെ കൂടെയുമുണ്ട്. ഇന്ന ശൈത്താന ലിൽ ഇൻസാനി അദുവ്വുൻ മുബീൻ. ശൈത്താൻ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സുവ്യക്തമായ ശത്രുവാണ്. അതുകൊണ്ട് കാക്കാരോടൊന്നും അത് പറയാൻ പോണ്ട. പിശാചിന്റെ കുതന്ത്രത്തെ പറ്റി സദാ മനുഷ്യൻ ബോധവാന്മാരാകണം. കാരണം സഹോദരന്മാർക്കിടയിൽ വരെ അവൻ സദാ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണല്ലോ ഈ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ശൈത്താന്റെ കുതന്ത്രത്തിൽ പെട്ടുപോകാതിരിക്കാനും ശൈത്താൻ മുഖേനയുള്ള ഷെറുകളിൽ നിന്ന് രക്ഷപ്പെടാനുമൊക്കെ ഇസ്ലാം നമുക്ക് നിശ്ചയിച്ചു തന്ന ചില മരുന്നുകളുണ്ട്. അത് നമ്മുടെ പ്രഭാത പ്രദോഷങ്ങളിലും നിത്യജീവിതത്തിലും പതിവാക്കേണ്ടുന്ന ദുആകളും ദിക്റുകളുമാണ്. ദുആകളും ദിക്റുകളും ധാരാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പ്രഭാതത്തിൽ ചൊല്ലേണ്ട ദിക്റുകളിൽ അത്തരം ദിക്റുകളുണ്ട്. വൈകുന്നേര സമയത്ത് അസറിന്റെയും മഗ്രിബിന്റെയും ഇടക്ക് നിർവഹിക്കേണ്ട ദിക്റുകളിൽ അതുണ്ട്. ഉറങ്ങാൻ കിടക്കുന്ന വേളയിൽ നിർവഹിക്കേണ്ടുന്ന ദുആ ദിക്റുകളിൽ അതുണ്ട്. ഒക്കെ നമുക്ക് ശൈത്താനിൽ നിന്നുള്ള കാവലുകളാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള എല്ലാ ശൈത്താനിന്റെ ഉപദ്രവത്തിൽ നിന്നും കുതന്ത്രങ്ങളിൽ നിന്നും വസ്വാസുകളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അല്ലാഹ് നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള സ്വഹീഹായ ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ള ദുആകളും ദിക്റുകളും ഒക്കെ നമ്മൾ പതിവാക്കിയാൽ ശൈത്താന്റെ ശർറിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനാകും. അതൊക്കെ നമ്മൾ പതിവാക്കണം, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആർക്കായിനിപ്പോ അത് അറിയാം? ഇത് മുസ്ലിമീങ്ങളിൽ എത്ര പേർക്ക് അറിയാം? രാവിലെ എഴുന്നേറ്റ് മുതൽക്ക് ചൊല്ലുന്ന ദിക്റുകള്, രാത്രി ഉറങ്ങും വരെ ചൊല്ലാൻ ദിക്റുകള്, സുബഹി നിസ്കാരം കഴിഞ്ഞാൽ സൂര്യോദയത്തിന്റെ ഇടക്ക് ചൊല്ലി തീർക്കേണ്ടുന്ന ദിക്റുകള്, പകൽ ചൊല്ലേണ്ടത്, രാത്രി ചൊല്ലേണ്ടത്, മഗ്രിബിന്റെ മുമ്പ് ചൊല്ലി തീർക്കേണ്ടത്, ശേഷം രാത്രികളിൽ നമ്മൾ നിർവഹിക്കേണ്ടത്, ഉറങ്ങാൻ കിടക്കുമ്പോ ചൊല്ലേണ്ടത്, നിർവഹിക്കേണ്ടത്, ചെയ്യേണ്ടത് ഒക്കെ ഉണ്ടല്ലോ. സുഹൃത്തുക്കളെ, മുസ്ലിമീങ്ങളായ നമ്മളിൽ എത്ര പേർക്ക് ഇതൊക്കെ അറിയാം? അറിയാവുന്നവർ എത്ര പേരത് ചെയ്യുന്നു? ചെയ്യുന്നവർ തന്നെയും അതിന്റെ ആശയവും അർത്ഥവും അറിഞ്ഞുകൊണ്ട് അത് എത്ര സമയം നിർവഹിക്കുന്നു? ചോദിക്കേണ്ടതാണ്, അവരവരോട് മാറ്റം വരുത്തേണ്ടതാണ് അവരവരുടെ ജീവിതത്തിൽ. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അപ്പൊ സുഹൃത്തുക്കളെ, ശൈത്താൻ എല്ലാ ശ്രമങ്ങളിലും അവൻ നമ്മുടെ ബദ്ധ ശത്രുവാണ്, ജന്മശത്രുവാണ്. നമ്മെ തകർത്ത് നരകത്തിൽ കൊണ്ട് ചെന്നെത്തിക്കുവോളം അവന് വിശ്രമല്ല. ശൈത്താൻ ഏറ്റെടുത്ത ഡ്യൂട്ടി എന്താ? നമ്മളെ നരകത്തിൽ കൊണ്ടുപോവുക. ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ. നരകത്തിന്റെ അവകാശികളാക്കി മാറ്റലാണ് ശൈത്താൻ എടുത്തിട്ടുള്ള പദ്ധതി. അതവൻ എല്ലാവരിലും നടത്തിക്കൊണ്ടിരിക്കുന്നു. സദാസമയത്തും അവൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മനുഷ്യന്റെ ബ്ലഡ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സിരകളിലൂടെ മുഴുവനും അവന് പ്രവേശനമുണ്ട്. എല്ലാ അർത്ഥത്തിലും അവന്റെ ശർറിൽ നിന്ന് കാവൽ ചോദിക്കണം. അതുകൊണ്ടാണ് നല്ല ഒരു കാര്യം ചെയ്യാണല്ലോ വിശുദ്ധ ഖുർആൻ പാരായണം എന്നത്. ഒരക്ഷരത്തിന് 10 പുണ്യം ഓഫർ ചെയ്യപ്പെട്ട വിശുദ്ധ ഖുർആൻ പാരായണം തുടങ്ങുന്നതിന്റെ മുന്നോടിയായിട്ട് പോലും അല്ലാഹ് പറഞ്ഞത് എന്താണ്? ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹ് മിനശ് ശൈത്താനിർ റജീം. നീ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങുമ്പോ ശപിക്കപ്പെട്ട എല്ലാ നന്മകളിൽ നിന്നും മാറ്റിയോടിക്കപ്പെട്ട ശൈത്താന്റെ ശർറിൽ നിന്ന് അള്ളാനോട് കാവൽ ചോദിച്ചുകൊണ്ട് പാരായണം തുടങ്ങണേ. ഖുർആൻ ഒരു തുടങ്ങുമ്പോ വരെ പേടിക്കണം. കാരണം എന്താ അറിയോ? ഇത് ഒരു തുടങ്ങുമ്പോഴേക്ക് മറ്റേ ചങ്ങായി തോന്നിപ്പിക്കും, എന്താ അത് കൂട്ടിവെച്ച് പൈക്ക, അല്ലെ ഇങ്ങനെ കോട്ടുവായി ഇടുക, അലസത തോന്നുക, മടുപ്പ് തോന്നുക. ഒരു പേജ് ഓതി തീർന്നില്ല, അപ്പോഴേക്ക് നമ്മൾ ടൈം നോക്കും, എത്ര നേരമായി ഇപ്പൊ ഞാൻ ഓതുന്നു, എത്ര സമയമായി ഇപ്പൊ ഞാൻ പാരായണം ചെയ്യുന്നു. അപ്പോഴേക്കും മടുപ്പായി. കാരണം എന്താ? അത്രേ താല്പര്യമില്ല. ശൈത്താൻ ഇങ്ങനെ മനസ്സിൽ ദുർബോധനം എടുത്ത് അടച്ചു വെക്ക്, വേറെന്തേലും വായിക്ക്. അതങ്ങടെ അടച്ചു വെച്ചു. ന്യൂസ് പേപ്പർ ഉണ്ട്, അതെടുത്തു. ടൈം നമ്മൾ നോക്കുന്നില്ല. അതിന്റെ A മുതൽ Z വരെയാണ് വായിച്ചു തീരൽ തന്നെ നമ്മളെ ടൈമിന്റെ കണക്ക്. ഫോൺ എടുത്തു, വാട്സപ്പിലേക്ക് പോയി, ഫേസ്ബുക്കിലേക്ക് പോയി, അങ്ങനെ പലയിടത്തും നമ്മൾ ഇങ്ങനെ സഞ്ചരിച്ചു. ടൈം നോക്കുന്നില്ല, മണിക്കൂറുകൾ പോകുന്നത് അറിയുന്നില്ല. കാരണം ശൈത്താൻ പറഞ്ഞു തുടർന്നോ. അള്ളാന്റെ കലാമ് പാരായണം ചെയ്യുമ്പോ, അല്ലെങ്കിൽ നല്ലൊരു സംസാരം കേൾക്കുന്ന അവസ്ഥയിലാകുമ്പോ മടുപ്പ് തോന്നുന്നു, സമയം നോക്കുന്നു, വിരസത അനുഭവപ്പെടുന്നു.
അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു, എഴുന്നേറ്റ് പോകാൻ തോന്നുന്നു, എന്തൊക്കെയോ ചില അസ്വാരസ്യങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്നു. ആരാ പിന്നിൽ പ്രവർത്തിച്ച ശക്തി? സർവ നന്മകളിൽ നിന്നും വഴിമുടക്കിയായി ഇരിപ്പുറപ്പിക്കും ഞാനെന്ന് പറഞ്ഞ, മുന്നിലൂടെയും പിന്നിലൂടെയും വലതുവശത്തിലൂടെയും ഇടതുവശത്തിലൂടെയും നിന്റെ നേരിന്റെ മാർഗത്തിൽ ഞാൻ കുത്തിയിരിപ്പ് നടത്തിയിട്ട് നിന്നോട് നന്ദി കാണിക്കാത്തൊരു ഈ ഭാഗത്തെ വാർത്തെടുക്കുന്നത് വരെ എനിക്ക് വിശ്രമമില്ലെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോന്ന ശൈത്താൻ, അവനാ നമ്മുടെ കൂടെ സദാസമയം എന്ന് ഞാനും നിങ്ങളും അടങ്ങുന്ന സഹോദരി സഹോദരന്മാര് ജാഗ്രതയോടെ ഇരിക്കുക. അത് നമ്മുടെ പരലോകത്തിന് ഹൈറാകും. അത് നമ്മുടെ മരണം നന്നാവാൻ കാരണമാകും. അത് നമ്മുടെ ഖബർ ജീവിതത്തിന് ശാന്തി പകരും. അതുകൊണ്ട് നാം ഗൗരവത്തോടുകൂടെ അത്തരം കാര്യങ്ങൾ, പൈശാചികമായ ദുർബോധനങ്ങൾക്ക് അകപ്പെട്ടു പോകാതെ സൂക്ഷിക്കണം. അതിന് ഞാൻ പറഞ്ഞത് ഒരു മാർഗമാണ്. അള്ളാന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. നിനക്ക് ശൈത്താനിൽ നിന്നുള്ള ഇസ്മത്താണ്, നിന്നെ ശൈത്താനിൽ നിന്ന് കാവൽ, പ്രൊട്ടക്ഷൻ തരും അത് എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞ ഓഫറാണ്, വാഗ്ദാനമാണ്. അത് അള്ളാഹ് അറിയിച്ചു കൊടുത്തിട്ട് പറഞ്ഞതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്ഹാഖ് നബിക്കും അതുപോലെ തന്നെ ഇസ്മായിൽ നബിക്കും ഇങ്ങനെ ദുആ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പറഞ്ഞില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ ഹുസൈൻ എന്ന പേരമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നില്ലേ? അതിലും കാണുന്നില്ലേ മിൻകുല്ലി ശൈത്താനിൻ, എല്ലാ ശൈത്താന്റെ ഉപദ്രവത്തിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹിനോട് ശരണം തേടുന്നു. നമ്മൾ ചെയ്യാറുണ്ടോ? നമുക്കങ്ങനെ ഒരു പതിവുണ്ടോ? നമ്മൾ ആ നിലക്കുള്ള കാര്യങ്ങളിൽ ഉത്ബോധനം നടത്തുന്നുണ്ടോ? ചിന്തിക്കണം സുഹൃത്തുക്കളെ. വേണ്ട മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. മഹാനായ ആ പ്രവാചകനായ പിതാവ് യാക്കൂബ് നബി അലൈഹിസ്സലാം യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് ഈ കാര്യം പറഞ്ഞതിന്റെ ശേഷം പറഞ്ഞു, وَكَذَلِكَ يَجْتَبِيكَ رَبُّكَ وَيُعَلِّمُكَ مِنْ تَأْوِيلِ الْأَحَادِيثِ وَيُتِمَّ نِعْمَتَهُ عَلَيْكَ وَعَلَى آلِ يَعْقُوبَ كَمَا أَتَمَّهَا عَلَى أَبَوَيْكَ مِنْ قَبْلُ إِبْرَاهِيمَ وَإِسْحَاقَ إِنَّ رَبَّكَ عَلِيمٌ حَكِيمٌ. പ്രകാരം നിന്റെ റബ്ബ് നിന്നെ തെരഞ്ഞെടുക്കുകയാണ്. നിന്റെ റബ്ബ് നിന്നെ തെരഞ്ഞെടുക്കുകയാണ്. നിനക്ക് ചില അത്ഭുതകരങ്ങളായ വൃത്താന്തങ്ങളുടെ വ്യാഖ്യാനങ്ങളൊക്കെ പഠിപ്പിച്ചു തരികയാണ്. അള്ളാന്റെ നിഅമത്ത് നിന്നിൽ അവൻ പൂർത്തിയാക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ യാക്കൂബിന്റെ കുടുംബത്തിനും മുമ്പുള്ളവർക്കൊക്കെ കൊടുത്തതുപോലെയുള്ള നിഅമത്തുകളൊക്കെ വരാൻ പോവുകയാണ് എന്നൊക്കെ ഇങ്ങനെ മകന് പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് മോനെ, ഇതൊന്നും ഇപ്പൊ ഈ കണ്ട സ്വപ്നമൊന്നും തൽക്കാലം ആരോടും പറയണ്ട, മനസ്സിലവിടെ ഇരുന്നാ മതി എന്നിങ്ങനെ വളരെ സ്നേഹത്തോടെ വളരെ തന്മയത്വത്തോടെ മഹാനായ പിതാവ് യൂസുഫ് നബി അലൈഹിസ്സലാമിന് പകർന്നു കൊടുക്കുകയാണ്. ആ ചരിത്രത്തെ പറ്റി അള്ളാഹ് പറഞ്ഞത് തന്നെ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് അദ്ദേഹം ജീവിതത്തിൽ നേരിട്ട പരീക്ഷണങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പറഞ്ഞു തുടങ്ങുന്നതിന്റെ മുമ്പ് റബ്ബ് പറയാണ്, ലഖദ് കാന ഫീ യൂസുഫ വഇഖ്വതിഹി ആയാതുൽ ലിസ്സായിലീൻ. തീർച്ചയായും യൂസുഫിലും അദ്ദേഹത്തിന്റെ സഹോദരങ്ങളിലും ആയാതുൽ ലിസ്സായിലീൻ, ചോദിക്കുന്നവർക്ക് വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്. ഒരുപാട് വിഷയങ്ങൾക്ക് പരിഹാരം ചോദിക്കുന്നവർക്കുള്ള ഒരുപാട് ദൃഷ്ടാന്തങ്ങളും ഗുണപാഠങ്ങളും ഒക്കെ ആരുടെ ചരിത്രത്തിലുണ്ട്? യൂസുഫ് നബിയുടെയും അദ്ദേഹത്തിന്റെ സഹോദരങ്ങളുടെയും ചരിത്രത്തിലുണ്ട്. എന്തേ ഇവർക്ക് പ്രശ്നമുണ്ടായത്? ഈ സഹോദരന്മാരുടെ മനസ്സുകളിൽ അരുതാത്ത ചിന്ത കടന്നുകൂടി. തുടക്കതാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിനെതിരെ കുതന്ത്രം മെനയാൻ ഈ സഹോദരങ്ങളുടെ മനസ്സിൽ തോന്നിയത് എന്താണ്? അവരുടെ മനസ്സിൽ വരാൻ പാടില്ലാത്ത ചില ചിന്തകൾ ആ സഹോദരങ്ങളുടെ മനസ്സിൽ തോന്നി. അതെന്താ? പിതാവിനെ പറ്റി ഒരു തെറ്റിദ്ധാരണയാണ് മക്കൾക്ക് ആദ്യം വന്നത്. അവര് പരസ്പരം പറയാൻ തുടങ്ങി, ഇദ് ഖാലൂ ലയൂസുഫു വഅഖൂഹു അഹബ്ബു ഇലാ അബീനാ മിന്നാ വനഹ്നു ഉസ്ബത്തുൻ ഇന്ന അബാനാ ലഫീ ളലാലിൻ മുബീൻ. ഇദ് ഖാലൂ, അവർ ഒരുമിച്ച് കൂടിയിട്ട് അവർ പരസ്പരം പറയാൻ തുടങ്ങി, ലയൂസുഫു വഅഖൂഹു, തീർച്ചയായും യൂസുഫും അവന്റെ സഹോദരനും അഥവാ ബിന്യാമീനും, ഇവരാ രണ്ട് ചെറിയ മക്കള്, യൂസുഫും അവന്റെ സഹോദരനും അഹബ്ബു ഇലാ അബീനാ മിന്നാ, നമ്മളെക്കാളൊക്കെ ബാപ്പാക്ക് പ്രിയം അവരോടാണ്. അതാണ് ഇവർക്കുണ്ടായ തെറ്റിദ്ധാരണ. ബാപ്പാക്ക് നമ്മളെക്കാണൊക്കെ ഇഷ്ടവും സ്നേഹവും പ്രിയൊക്കെ ഇവരോടാ.
എന്നാ നമ്മളിവിടെ വനഹനു ഉസ്ബ, നമ്മൾ നല്ല കരുത്തരായ 10 മക്കളൊരു ടീം തന്നെ ഇവിടെ അല്ലേ? പാപ്പക്ക് ആദ്യം ഉണ്ടായ മക്കളൊക്കെ നമ്മളല്ലേ? നല്ല ആരോഗ്യമുള്ള, നല്ല എല്ലാം എന്തിനും പോന്ന നല്ല ഉസ്ബത്ത്, നല്ലൊരു ടീം ആയി തന്നെ നമ്മളിവിടെ ഉണ്ടാകുമ്പോ വാപ്പ നമ്മളൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവരെ രണ്ടാളും കേട്ടാ വലിയ സ്നേഹം. അതുകൊണ്ട് വാപ്പന്റെ പേരിൽ എന്താ പറഞ്ഞതെന്നറിയോ? ഇന്ന അബാനാ, തീർച്ചയായും നമ്മുടെ ഉപ്പ ലഫീ ദലാലിൻ മുബീൻ, വ്യക്തമായി പഴച്ചു പോയിട്ടുണ്ട്. നമ്മളെ വാപ്പ വല്ലാത്ത ദലാലത്തിലാണ് പെട്ടിക്കണേ. നമ്മളൊന്നും തീരെ മൈൻഡില്ല, എല്ലാ സ്നേഹം പറയുണ്ടോ. അവർ പറഞ്ഞ വാചകം നോക്കണേ, ശൈത്താനാണ് തോന്നിപ്പിച്ചിട്ട് വാപ്പ പഴച്ചിക്കണത്. വാപ്പത്തെ ദലാലത്തിലുള്ളത്. അതുകൊണ്ട് ഇനി വാപ്പനെ പറഞ്ഞ് നന്നാക്കലൊന്നും നടക്കൂല. നമ്മളിഞ്ഞ് വേറൊരു പണി സ്വീകരിക്കേ പറ്റൂ. ഇവനെണ്ട് ഒഴിവാക്കണം. വാപ്പനോട് ഇനി പറയാൻ പോയിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് അവര് പരസ്പരം കൂടിയാലോചിക്കുമ്പോൾ ഒരാള് പറയാണ്, ഉഖ്തുലൂ യൂസുഫ അവിത്രഹൂഹു അർളൻ യഖ്ലു ലക്കും വജ്ഹു അബീകും വതകൂനൂ മിൻ ബഅദിഹി ഖൗമൻ സാലിഹീൻ. പാപ്പ പക്ഷപാതമായിട്ട് പെരുമാറുന്നുണ്ട് എന്നാണ് ഇവരുടെ കംപ്ലൈന്റ്. വാസ്തവത്തിൽ സുഹൃത്തുക്കളെ, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം അങ്ങനെ മക്കൾക്കിടയിൽ വന്ന അനീതിയും കാണിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഒരു പ്രവാചകൻ അത് കാണിക്കൂല. യാക്കൂബ് നബി അലൈഹിസ്സലാം ഒരിക്കലും അത് കാണിച്ചിട്ടില്ല. എന്നാ പിന്നെ ഇവർക്ക് എന്താ അങ്ങനെ തോന്നാൻ കാരണം? ഇവർക്ക് അങ്ങനെ തോന്നി. ഇന്നും അങ്ങനെ തന്നെയുള്ളോ? ഇന്നും മുതിർന്ന കുട്ടികൾ ഉണ്ടായാൽ അവര് കരുതും, വലിയ മക്കളായി കഴിഞ്ഞാൽ അവര് കരുതും, ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ബാപ്പക്ക് നമ്മളോടൊന്നുമല്ല സ്നേഹം, അവനോടാണ്. ചെറിയ മക്കളോ മോനോ മോളോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ മുതിർന്ന മക്കൾക്ക് ഏത് കാലത്തും മാനസികമായിട്ടുണ്ടാകുന്ന ഒരു കംപ്ലൈന്റ് ആണ്, നമ്മളൊന്നും ഇപ്പൊ വേണ്ട, അപ്പൊ അവനെ നോക്കുന്നത് അവളെ നോക്കുന്നത്, അവന്റെ കാര്യം എപ്പോഴും പറയാം, അവളുടെ കാര്യം എപ്പോഴും പറയാം, നമ്മളോടൊന്നും സ്നേഹമല്ല എന്ന് പലപ്പോഴും മുതിർന്നവരായ മക്കൾ രക്ഷിതാക്കളെ കുറിച്ച് പറയുന്ന ഒരു പരാതിയാണത്. സ്വാഭാവികമാണ്. തങ്ങളെ അവഗണിക്കുന്നു, അവറ്റോരെ പരിഗണിക്കുന്നു എന്നുള്ള ആ വർത്താനം. വാസ്തവത്തിൽ സുഹൃത്തുക്കളെ, നമ്മൾ ചിന്തിച്ചു നോക്കൂ. നമ്മൾ ചെറുപ്രായത്തിലായിരിക്കെ ബാപ്പ നമ്മളോടും ഇങ്ങനെ ആയിരുന്നില്ലേ? എന്താ ആലോചിക്കാത്തത്? നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോ ഈ ബാപ്പിയമ്മയൊക്കെ നമ്മളോട് ഇങ്ങനെയായിരുന്നു. എടുത്തു കൊഞ്ചും, ചുംബിക്കും, കളിക്കും, തമാശ പറയും, തലോടും, തെരുതരാ ഉമ്മ വെക്കും, പല രൂപത്തിലുള്ള കളികൾ കുട്ടിനെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊഞ്ചിക്കളിക്കും, പലതും ചെയ്യൂലേ? അപ്പൊ മുതിർന്ന ചെയ്യൂ? അങ്ങനെ ചെറുപ്പത്തിൽ നമ്മൾ ഉമ്മയുടെ കൈകളിലും ഉപ്പയുടെ കൈകളിലുമൊക്കെ ലാളനകളും പരിഗണനകളും വാത്സല്യവും എല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ടല്ലേ വളർന്നു വന്നത്. പക്ഷെ അതൊന്നും ചിന്തിക്കാനുള്ളൊരു മനസ്സ് മുതിരുമ്പാൻ ഉണ്ടാവില്ല. അപ്പൊരൊറ്റ ചിന്ത ഉണ്ടാവുള്ളൂ, എന്താ അവനെ മാത്രം അങ്ങനെ വലിയ സ്നേഹം ഇങ്ങനെ കാണിക്കുന്നത്, നമ്മൾ ഉല്ലപ്പെടെ ശൈത്താൻ ഉണ്ടാക്കും. അത് ശൈത്താൻ ഉണ്ടാക്കുന്നൊരു ചിന്തയാണ്. ഒരു സ്ത്രീയോട് ഒരാൾ ഒരു ചോദ്യം ചോദിച്ചതിനെ പറ്റി പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു പൊതു തത്വം മനസ്സിലാക്കാനാണ് ഞാൻ പറയുന്നത്. ഒരു സ്ത്രീ ചോദിക്കപ്പെട്ട ഒരിക്കൽ, മൻ അഹബ്ബു ഔലാദുകി ഇലൈകി, നിങ്ങളുടെ കുട്ടികളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരോടാ? ആ ഉമ്മ പറഞ്ഞ മറുപടി 3 കാര്യങ്ങളാണ്. അത് പ്രകൃതിയാണ്, സ്വാഭാവികമാണ്. 3 കാര്യങ്ങളാ ഉമ്മ എടുത്തു പറയുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മക്കൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് അൽ മരീദു ഹത്താ യശ്ഫിയ, മക്കളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും വയ്യായിക ഉണ്ടോ, രോഗമുണ്ടോ, എന്നാൽ ശിഫയാകോളം ആ കുട്ടിനോട് കുറച്ച് സ്നേഹം ഉണ്ടാവും. മറ്റുള്ളവരെ അപേക്ഷിച്ച് ആ കുട്ടിനോട് കുറച്ച് കൂടുതൽ സ്നേഹം ഉണ്ടാവും. രണ്ടാമത്തെ വൽ മുസാഫിറു ഹത്താ യഊദ്, ഏതെങ്കിലും മക്കൾ സ്ഥലത്തില്ലേ, മുസാഫിർ യാത്ര പോയിട്ടുണ്ടോ, എന്നാ അവര് തിരിച്ചു വരുവോളം അവരോടൊരു പ്രത്യേക മഹബത്ത് മനസ്സിലുണ്ടാവും. നാട്ടിലുള്ളവരോട് അത്ര ഉണ്ടാവില്ല, സ്വാഭാവികമാണ്. അതുപോലെ തന്നെ വസ്സഗീറു ഹത്താ യക്ബറ, ചെറുത് വലുതാകുന്നത് വരെ ഉണ്ടാകുന്നു. ചെറിയ കുട്ടി വലുതാകുവോളം ഉണ്ടാവും കൂടുതൽ സ്നേഹം. ഇത് 3 പ്രകൃതിയാണ്. അങ്ങനെ തന്നെയല്ലേ എല്ലാ രക്ഷിതാക്കളും? ആലോചിച്ച് നോക്കൂ. കുട്ടികളിൽ ഒരാൾക്കൊരു അസുഖം പിടിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ഓമനിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പ്രകടിപ്പിക്കും ഈ രോഗിയോട്, ശിഫയാകോളം. അത് മനുഷ്യന്റെ ഒരു പ്രകൃതിയാണ്. അതുപോലെ തന്നെ സ്ഥലത്തില്ലെങ്കിൽ, ഒരു മോനോ മോളോ സ്ഥലത്തില്ലെങ്കിൽ നമ്മൾ അവളെ കാര്യം അല്ലെങ്കിൽ അവന്റെ കാര്യം ഇങ്ങനെ പറയുമ്പോ വീട്ടിലുള്ളവർ പറയുന്നുണ്ടോ, അവളെ കാര്യം മാത്രമേ പറയാൻ നേരുള്ളൂ, അവന്റെ കാര്യം മാത്രമേ പറയാൻ നേരുള്ളൂ. അവ സ്ഥലത്തില്ല. അപ്പൊ സ്ഥലത്തില്ലാത്തപ്പോ രക്ഷിതാക്കൾക്ക് ഒരു പ്രത്യേക വാത്സല്യവും സ്നേഹമൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ചെറിയ കുഞ്ഞു മക്കളാവുമ്പോ അവരെങ്ങനെ ഓമനിച്ചിട്ടും ലാളിച്ചിട്ടും എടുത്തിട്ടും ചുംബിച്ചിട്ടും ഓമനിച്ചിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ കളിച്ചിട്ടും ഒക്കെ ഇങ്ങനെ ചെയ്യും. അത് വലുതായ ഉണ്ടാവില്ല. ഇതൊക്കെ പ്രകൃതിയാണ്. ഇതൊക്കെ മനുഷ്യ പ്രകൃതമാണ് എന്നർത്ഥം. അതിൽ കവിഞ്ഞ മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ മക്കളോടൊന്നും ചെയ്തിട്ടില്ല, അനീതി കാണിച്ചിട്ടില്ല. മക്കൾക്കിടയിൽ അനീതി പാലിക്കാൻ പാടില്ലെന്ന് ഇസ്ലാമിന്റെ ഗുരുതരമായ നിർദ്ദേശമാണ്. ഒരിക്കലും മഹാനായ ഒരു പ്രവാചകനിൽ എന്നത് ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, എഴുതിലൂ ബൈന ഔലാദിക്കും, നിങ്ങളുടെ മക്കൾക്കിടയിൽ നിങ്ങൾ നീതി പാലിക്കണം. ഒരു സഹാബി തന്റെ മകന് വേണ്ടി വലിയ സമ്പത്ത് എഴുതി വെച്ച് ഇഷ്ടദാനമായി കൊടുത്തപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ പോയിട്ട് അതിനെപ്പറ്റി ചോദിച്ചു വരാൻ പറയാണ് ഉമ്മ തന്നെ പറയുന്നത്. വാപ്പ മകനക്ക് സ്വത്ത് കൊടുത്തപ്പോ അള്ളാന്റെ റസൂൽ അംഗീകരിക്കോളം ഞാൻ ഇതിന് കൂട്ടുനിൽക്കൂല. റസൂൽ അള്ളാന്റെ അരികിൽ ചെന്നു, പുതിയാപ്പിളയോട് പറഞ്ഞു, പോയിട്ട് ചോദിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട്. നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിൽ പോയിട്ട് പറഞ്ഞു, പ്രവാചകരെ, ഞാൻ എന്റെ ഇന്ന പുത്രന് ഞാൻ ഇത്ര ഇഷ്ടദാനമായി കൊടുത്തിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, നിനക്ക് വേറെ മക്കളുണ്ടോ? ഉണ്ട്. അവർക്കൊക്കെ ഇതുപോലെ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ കൊടുത്തത് തിരിച്ചു വാങ്ങണം. മക്കൾക്കിടയിൽ നീതി പാലിക്കാൻ പഠിപ്പിച്ച മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ഒരു പ്രവാചകനിൽ നിന്നും ഒരിക്കലും ഉണ്ടാവില്ല സാധാരണക്കാരിൽ നിന്നുണ്ടാവാൻ പാടില്ലാത്ത കാര്യം. അപ്പോ ഇവിടെ മക്കൾക്ക് ഇങ്ങനെ തോന്നുകയാണ്, ശൈത്താൻ ഉണ്ടല്ലോ എല്ലാരും കൂടെ. അതുകൊണ്ട് ഈ നിലക്ക് ഇങ്ങനെ വാപ്പൊക്കെ നമ്മളൊന്നും അത്ര മൈൻഡില്ല, സ്നേഹമില്ല എന്ന ഒരു ചീത്തയായ ചിന്ത ഈ മക്കളുടെ മനസ്സിൽ ഇട്ടുകൊടുക്കുകയാണ്. അങ്ങനെ ആ മനസ്സുകളിൽ എത്രത്തോളം തോന്നിപ്പിച്ചു. അവർ എന്ത് ചെയ്യണം ഇനി എന്ന് ആലോചിക്കുമ്പോ ഒരാൾ പറയാണ്, ഖുതുലൂ യൂസുഫ, യൂസുഫിനെ നിങ്ങൾ കൊന്നുകളയൂ. സ്വന്തം സഹോദരനെയാണ് പറയുന്നത്, കൊല്ലാനാണ് ഒരാൾ പറയുന്നത്. കൊല്ലുകയാണ് വേണ്ടത്. ഇനി അതല്ലെങ്കിൽ അല്ലെങ്കിൽ അവനെ കൊണ്ടുപോയി തള്ളാം, അല്ലെങ്കിൽ അവനെ കൊണ്ടുപോയി ഉപേക്ഷിക്കാം. അർളന്നൊരു പ്രദേശത്ത്, എങ്കിൽ യഹ്ലുലക്കും വജ്ഹു അബീക്കും, നിങ്ങളുടെ പിതാവിന്റെ മുഖം നിങ്ങൾക്ക് മാത്രമായി കിട്ടും. പിന്നെ പിതാവിന്റെ സ്നേഹം നമുക്ക് മാത്രമായിട്ട് കിട്ടും. ഒരാൾ ഒഴിവാക്കുക വേണ്ട. ഒഴിവാക്കേണ്ട രൂപത്തെ പറ്റി ഇപ്പൊ തർക്കുള്ളൂ. ഒരാൾ പറഞ്ഞ കൊല്ലന്നെ, ഒന്നും മനസ്സിൽ തോന്നില്ല. ഒരു കരുണയില്ലാത്ത കൽബാണല്ലപ്പാ പറയണത്. കൊല്ലന്നെ, ഇത്ര കാലം ഒപ്പം നടന്ന മോനെ കൊന്നുകളയണം എന്നാണ് ഒരാളുടെ അഭിപ്രായം. അസൂയ മനുഷ്യന്റെ മനസ്സിൽ വരുത്തി വെക്കുന്ന മാരകമായ അപകടമാണ് ഈ പറയുന്നത്. എന്തിനും മടിക്കൂല അസൂയ ഉണ്ടെങ്കിൽ. അത് ബാപ്പനെ വേണമെങ്കിൽ കൊല്ലും, ഉമ്മനെ വേണമെങ്കിൽ കൊല്ലും, ആരെ വേണമെങ്കിലും കൊല്ലും. അസൂയ എന്ന് പറയുന്ന മാരകമായ രോഗം അള്ളാഹുവിനോട് ചോദിക്കണം, അതിൽ നിന്ന് കാവൽ ചോദിക്കണം എന്നാണ്. സൂയക്കാര് പലതും ചെയ്യും, പല പാരയും വെക്കും, നമ്മളെ നശിപ്പിക്കാൻ നോക്കും, അപകടപ്പെടുത്താൻ നോക്കും, പലതും ചെയ്യും. ഇവിടെ കൊന്നുകളയാനാ ഒരാൾ പറയുന്നത്. അതല്ലെങ്കിൽ എവിടെങ്കിലും കൊണ്ടുപോയിട്ട് ഉപേക്ഷിക്കാം, എന്നാ പിന്നെ ബാപ്പന്റെ മുഖം നമുക്കുണ്ടാകും. തീർന്നില്ല. പിന്നെ അവരുടെ ഒരു തഖ്വ നോക്കി നിങ്ങള്. എന്താ തഖ്വ? وَتَكُونُوا مِنْ بَعْدِهِ قَوْمًا صَالِحِينَ. പിന്നെ നിങ്ങൾക്ക് അതിന്റെ ശേഷം സാലിഹീങ്ങളായി ജീവിക്കുകയും ചെയ്യാം. ഇപ്പൊ അങ്ങനെയാണ് ചെയ്ത, പിന്നെ നമുക്കാണ് തൗബ ചെയ്യാം. ഇപ്പൊ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുക. ഇവന്റെ ഷർറാണ്ട് ഒഴിവാക്കാവുന്ന കൊല്ല് എവിടെയും കൊണ്ടുവിടുക ചെയ്യും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? അവനോട് നല്ലോണം കരഞ്ഞ് തൗബ ചെയ്യാം. അപ്പൊക്കെ പൊറുക്കുന്നേ. ഇത് നമുക്കൊക്കെ തോന്നില്ലേ? ഇത് മനുഷ്യന്റെ മനസ്സിൽ ശൈത്താൻ തോന്നിപ്പിക്കുക. ഇത് ശരിയായ ചിന്തയാണോ? അല്ല. അങ്ങനത്തെ തൗബക്ക് സ്വീകാര്യത ഉണ്ടാവില്ല. എന്ത് തൗബ ചെയ്യാ, പിന്നീട് അഡ്വാൻസ്ഡ് ആയിട്ട് ആദ്യം തന്നെ മനസ്സിൽ കരുതുക, ഞാൻ പിന്നീട് തൗബ ചെയ്യാ പഠിച്ചോനെ അപ്പൊ അങ്ങനെ ചെയ്യണം, അത് സ്വീകരിക്കൂ. മാത്രല്ല, അങ്ങനെ ആർക്കാണ് ഇവിടെ ഉറപ്പുള്ളത്? ഞാനിനി ശേഷം തൗബ ചെയ്യട്ടെ, ശേഷം എനിക്ക് തൗബ ചെയ്യാലോ, ഇപ്പൊ ഞാനിങ്ങനെ അടിച്ചുപൊളിച്ച് ജീവിക്കട്ടെ എന്ന് പറയാൻ ആർക്കാ സുഹൃത്തുക്കളെ ധൈര്യം വരിക? നാളെ എന്ന് പറയുന്ന നാളേക്ക് പോകണ്ട, തൊട്ടുവരുന്ന സെക്കൻഡ് എന്റെ കയ്യിലുണ്ടോ, നമ്മുടെ കയ്യിലുണ്ടോ? ആർക്കറിയാം നമ്മളിവിടെ ഭൂമിപ്പുറത്തുണ്ടോ തൗബ ചെയ്യാൻ? ആരാ അവിടെ ബാക്കിയാകുന്നത്? ആർക്കാണ് അതിന് അവസരം കിട്ടുക? ഇനി ഒരുപാട് കാലം ജീവിച്ചാൽ തന്നെയും തൗബ ചെയ്യാനുള്ള തൗഫീക്ക് കിട്ടിക്കോളണമെന്നുണ്ടോ? മരിച്ചൊന്നും പോയില്ല, കുറെ കാലം ജീവിച്ചു, പിന്നെയും തൗബ ചെയ്യാൻ തോന്നിയില്ലെങ്കിൽ പോയില്ലേ? ആ തൗഫീക്ക് കാര്യത്തിൽ ആർക്കാ ഉറപ്പ് തരാൻ കഴിയുക? അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിലുള്ള തൗബ എന്ന് പറയുന്നത് തെറ്റ് ചെയ്യാന്നിട്ട് ഞാൻ തൗബ ചെയ്യാന്ന് കരുതലല്ല. അബദ്ധങ്ങൾ സംഭവിച്ചു പോയാൽ ഉടനെ തൗബ ചെയ്യാന്ന. ഇനി തൗബ നമുക്ക് ചെയ്യാലോ എന്ന് പറഞ്ഞിട്ടൊരു തെറ്റ് ചെയ്യുന്നതിന് ഇസ്ലാം ഒരിക്കലും ന്യായീകരിക്കുന്നില്ല, അതൊരിക്കലും അംഗീകരിച്ചിട്ടുമില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അവരങ്ങനെയാ അതിനെ സംബന്ധിച്ച് പറഞ്ഞത്. അങ്ങനെ കൊന്നിട്ട് അല്ലെങ്കിൽ ഒഴിവാക്കിയിട്ട് പിന്നെ നമുക്ക് നല്ല ജനങ്ങളായിട്ട് ഇങ്ങനെ പിന്നെ സാലിഹീങ്ങളായിട്ട് ജീവിക്കാം എന്നവര് പറയാണ്. വാസ്തവത്തിൽ അങ്ങനെ അസൂയ മൂത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രയാസവും പ്രശ്നങ്ങൾക്കുണ്ടായാൽ സമൂഹത്തിൽ പലരും പലതും ചെയ്യും. ഒരു മകനൊരു കല്യാണം കഴിച്ചിട്ട് ഒരു പെണ്ണിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ ചില അമ്മായിമാർക്ക് തോന്നും മകനിപ്പം എന്നോട് വെറുപ്പാണ്,
മകൻ എന്നോട് വെറുപ്പാണ്, മകൻ എന്നെ അവഗണിക്കുന്നു എന്ന് തോന്നി. ആ തോന്നൽ ചിലപ്പോൾ ശൈത്താൻ അതിൻ്റെ മൂർത്തീഭാവത്തിലേക്കാണ്ട് എത്തിച്ചാൽ ചിലപ്പോൾ മരുമകളുടെ നേരെ ചിലപ്പോൾ സ്റ്റൗ പൊട്ടിത്തെറിക്കും, ചിലപ്പോൾ ജീവൻ പോവും, ചിലപ്പോൾ പുഴയിലേക്ക് തള്ളും, അങ്ങനെ പലതും ഉണ്ടാവും. എന്താ, മരുമകളൊന്നും മരിച്ചിട്ടായാലും വേണ്ടില്ല, മകൻ അങ്ങനെ സുഖിക്കണ്ട, ഞാൻ ഒഴിവാക്കിയിട്ട് ഇത്ര കാലം വളർത്തിണ്ടാക്കി ഞാൻ പെടില്ലേ, ഇപ്പൊ ഇന്നലെ കയറി വന്ന പെണ്ണിനെ പോന് വേണ്ടല്ലേ, എന്നാ കാണിച്ചു തരാം അവളെ ഞാൻ. അസൂയ വന്ന മനുഷ്യൻ എന്തും ചെയ്യും. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ആരും വലുപ്പേറില്ല, ആരെയും കൊന്നുകളയും. ഞാൻ പറഞ്ഞില്ലേ, വലിയ ഷർറാണത്. ശരി, മഹാനായ പ്രവാചകൻ ഇങ്ങനെ മഹാനായ പ്രവാചകനെ കൊന്നുകളയാൻ വേണ്ടി തീരുമാനങ്ങൾ ഇങ്ങനെ ഉരുത്തിരിഞ്ഞു വരുമ്പോ നമ്മൾ മനസ്സിലാക്കണം, ഏത് കടുത്തുറച്ച കൽബിന്റെ ഉടമകളുടെ കൂട്ടത്തിലും ഉണ്ടാകും ചില രൂപത്തിലുള്ള ലോലഹൃദയത്തിന്റെ ആളുകൾ. ഏത് ശത്രുക്കളാണെങ്കിലും ആ ശത്രുക്കളുടെ കൂട്ടത്തിലും ചിലപ്പോൾ മനസ്സലിവ് തോന്നുന്നവരുണ്ടായേക്കാം. കാരണം അതാണ് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഈ തീരുമാനം ഇങ്ങനെ എടുക്കുന്നതിന്റെ ഇടക്ക് ഒരു സഹോദരൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയാണ്, ഖാല ഖായിലും മിൻഹും ലാ തഖ്തുലൂ യൂസുഫ് വഅൽഖൂഹു ഫീ ഗയാബത്തിൽ ജുബ്ബി യൽതഖിതുഹു ബഅദു സയ്യാറതി ഇൻ കുൻതും ഫാഇലീൻ. കണ്ടോ, ആ ഒരു ജ്യേഷ്ഠന്റെ മനസ്സ് നോക്കൂ നിങ്ങൾ. അദ്ദേഹം പറയാണ്, അദ്ദേഹം കുറ്റക്കാരൻ തന്നെയാണ്, എല്ലാ തോന്നിയാസത്തിനും കൂട്ടി നിൽക്കല്ലേ. പക്ഷെ അദ്ദേഹം പറയാണ്, ഖാല ഖായിലും മിൻഹും, അവരിൽ നിന്ന് ഒരാൾ പറഞ്ഞു, അവരിൽ ഒരു സഹോദരൻ പറഞ്ഞു, ലാ തഖ്തുലൂ യൂസുഫ, യൂസുഫിനെ നിങ്ങൾ കൊല്ലല്ലേ, നമ്മുടെ സഹോദരനല്ലേ, കൊന്നുകളയണ്ട, അവനെ അങ്ങനെ നശിപ്പിക്കണ്ട. നമുക്കൊരു വേറൊരു പരിഹാരമാണ് എനിക്ക് പറയാനുള്ളത്. വൽഖൂ, നിങ്ങൾ അവനെ കൊണ്ടുപോയിട്ടോളൂ, ഫീ ഗയാബത്തിൽ ജുബ്ബി, ഒരു കിണറ്റിൽ കൊണ്ടുപോയി, ഒരു കിണറ്റിൽ കൊണ്ടുപോയി അങ്ങതിലേക്ക് താഴ്ത്തി വെച്ചാൽ യൽതഖിതുഹു ബഅദു സയ്യാറ, അതിലൂടെ കടന്നു പോകുന്ന യാത്രാ സംഘങ്ങൾ വെള്ളമുണ്ടെന്ന് വിചാരിച്ച് വെള്ളം കിട്ടാൻ വേണ്ടി കയറിട്ട് കോരുന്ന നേരത്ത് ഇവൻ അതിൽ കയറി രക്ഷപ്പെട്ടോളും. ഇൻകുന്തും ഫാഇലീൻ, നിങ്ങൾ ചെയ്യാണെങ്കിൽ അതേ ചെയ്യണമെന്നാ എന്റെ അഭിപ്രായം. നിങ്ങൾ ചെയ്യാണെങ്കിൽ അതെന്റെ അഭിപ്രായം. കൊല്ലണ്ട, വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടിട്ട് പോകണ്ട. ഇങ്ങനെ ഒരു കിണറ്റിലിടുന്ന പിന്നെ വല്ല യാത്രക്കാരും വരുമ്പോൾ കിണറ്റിൽ ഇങ്ങനെ വെള്ളം കോരാനൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൽ കയറി രക്ഷപ്പെട്ട് എവിടെങ്കിലും പോയി ജീവിച്ചോട്ടെ എന്ന്. നമ്മളെ ബ്രദറല്ലേ, നമ്മളെ സഹോദരനല്ലേ, പൊന്നനിയനല്ലേ, കൊല്ലണ്ട, അങ്ങനെ ചെയ്യാമെന്നും മനസ്സലിവുള്ള ഒരു സഹോദരൻ പറയുന്നു. അങ്ങനെ തീരുമാനമാവുകയാണ്. അത് തീരുമാനമായി. ആ തീരുമാനമെടുത്ത് പദ്ധതി പ്രകാരം അവർ പിതാവിനരികിലേക്ക് പോവുകയാണ്. അങ്ങനെ തീരുമാനമെടുത്ത് ഈ സഹോദരന്മാര് യാക്കൂബ് നബി അലൈഹിസ്സലാമിനെ സമീപിച്ചുകൊണ്ട് ഖാലൂ യാ അബാനാ മാ ലക ലാ തഅ്മന്നാ അലാ യൂസുഫ് വഇന്നാ ലഹു ലനാസിഹൂൻ അർസിൽഹു മഅനാ ഗദൻ യർതഅ വയൽഅബ് വഇന്നാ ലഹു ലഹാഫിളൂൻ. ഖാലൂ, അവർ പറഞ്ഞു, യാ അബാനാ, ഞങ്ങളുടെ പിതാവേ, യാക്കൂബ് നബിയുടെ അരികിൽ ഇവരെല്ലാരും കൂടെ ചെന്നിട്ട് പറയാണ്, പിതാവേ, മാലക്ക, നിങ്ങൾക്ക് എന്താ പറ്റി, നിങ്ങളെന്താ ഇങ്ങനെ, ലാ തഅ്മന്നാ അലാ യൂസുഫ, എന്താ യൂസുഫിനെ അവിടെ ഇങ്ങനെ അടക്കി പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്, എന്താ ഞങ്ങളെ കാര്യത്തിൽ അത്ര വിശ്വാസല്ലേ ഉപ്പ നിങ്ങൾക്ക്, എന്താ ഞങ്ങളെ കൂടെ പറഞ്ഞയക്കാത്തത്, വഇന്നാ ലഹു ലനാസിഹൂൻ, ഞങ്ങൾ അവന് ഗുണം മാത്രം വരാൻ ഉദ്ദേശിക്കുന്ന സഹോദരങ്ങളല്ലേ, നല്ല നസീഹത്തുള്ള, അവനക്ക് നല്ല നന്മ വരണം എന്നല്ലേ ഞങ്ങൾ എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളൂ. എന്താ ഞങ്ങളെ കൂടെ ഒന്നും വിടാതെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കണം, ഇവിടെ തന്നെ അങ്ങനെ നിർത്തിയാൽ മതിയോ? അതുകൊണ്ട് അർസിൽഹു മഅനാ, ഞങ്ങളുടെ കൂടെ അവനെ പറഞ്ഞേച്ചു തരണം ഉപ്പാ, ഗദൻ, നാളെ ഞങ്ങൾ പോകുമ്പോ ഞങ്ങളുടെ കൂടെ അവനെയും പറഞ്ഞേച്ചു തരണം. യർതഅ വയൽഅബ്, കാടും മേടും അവനും ഒന്നും കാണട്ടെ, ഒന്ന് ഉല്ലസിച്ച് നടക്കട്ടെ, ഒന്ന് കളിച്ച് നടക്കട്ടെ. വഇന്നാ ലഹു ലഹാഫിളൂൻ, കളവുകളുടെ ഘോഷയാത്രയെ പറയുന്നത്. ആദ്യം പറഞ്ഞു ഞങ്ങൾക്ക് ഗുണം മാത്രമല്ലേ അവനെ കുറിച്ച് വിചാരമുള്ളൂ. അവസാനം പറഞ്ഞു ഇന്നാ ലഹു ലഹാഫിളു, ഞങ്ങൾ അവനെ പൊന്നുപോലെ നോക്കിക്കോളാം, മുഴുവൻ കാവലും കൊടുത്ത് പ്രൊട്ടക്ഷനും കൊടുത്ത് ഞങ്ങൾ സംരക്ഷിച്ചോളാം, ഞങ്ങൾ ഹാഫിളു നിങ്ങളാണ്, ഞങ്ങൾ അവരെ സംരക്ഷിക്കുന്നവർ തന്നെയാണുപ്പ എന്നും നുണ പറഞ്ഞ് മഹാനായ പ്രവാചകനോട് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, പിതാവിനോട് പറയുന്നത് മുഴുവനും കളവാണ്.
കളവ് പറഞ്ഞിട്ട് തിന്മ ചെയ്യാനുള്ള പോക്കാണ്. പക്ഷേ ബാപ്പയോട് പറയുന്നത് നല്ല വാക്കാണ്. ഇന്നുമില്ലേ രക്ഷിതാക്കളെ അങ്ങനത്തെ മക്കൾ? ബാപ്പയോടും ഉമ്മയോടും നുണ പറഞ്ഞിട്ട് അവര് പോകും തിന്മകളിൽ ഒത്തുകൂടാൻ. തിന്മകളിൽ പോയി ഒത്തുകൂടാനും മദ്യപിക്കാനും വ്യഭിചരിക്കാനും മോശപ്പെട്ട കാര്യങ്ങൾക്കും അനാവശ്യമായ കൂട്ടുകെട്ടുകളിൽ പോയിട്ട് അനാവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി ഉപ്പയോട് സമ്മതം ചോദിക്കുമ്പോഴും ഉമ്മയോട് സമ്മതം ചോദിക്കുമ്പോഴും കേൾക്കാൻ നല്ല ഇമ്പമുള്ള കാരണങ്ങൾ പറഞ്ഞ് കളവ് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്നു. കളവും പറഞ്ഞ് വീട്ടിൽ നിന്ന് പെർമിഷൻ വാങ്ങിയിട്ട് ചെന്ന് ചേരുന്നത് എവിടെയാണ്? തെമ്മാടിക്കൂട്ടത്തിന്റെ ഇടക്കാണ്, തിന്മയുടെ വക്താക്കളുടെ കൂടെയാണ്, തിന്മ പ്രവർത്തിക്കുന്ന സംഘത്തിലാണ് പോയിട്ട് നേരം കളയുന്നത്. ഈ മക്കളും അതല്ലേ ചെയ്യുന്നത്? ബാപ്പയോട് പറയാണ്, ബാപ്പാ ഞങ്ങളുടെ കൂടെ ഒന്ന് പറഞ്ഞേച്ചു തന്നൂടെ, ഞങ്ങൾ അവന്റെ കാര്യത്തിൽ എപ്പോഴും നന്മ മാത്രം ആശിക്കുന്നവരാണ്, അവന് ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കൊള്ളാം. ഇവിടെ ഇങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കുന്നതിന് പകരം ഒന്ന് യാത്ര ചെയ്തിട്ട് കാട്ടിലും മേട്ടിലും പർവ്വതത്തിലും അതുപോലെ തന്നെ തൊടികളിലും അതുപോലെ തന്നെയുള്ള പ്രദേശങ്ങളിലുമൊക്കെ അവനും ഒന്ന് ചാടി ഓടി ഉല്ലസിച്ച് നടക്കട്ടെ ഉപ്പാ, ഒന്ന് ഞങ്ങളുടെ കൂടെ വിടാത്തതെന്ത്? ഇതാ ചോദിക്കുന്നത്. ഉള്ളിലിരിപ്പെന്താ? ഉള്ളിലിരിപ്പെന്താ? കൊന്നുകളയണം ആദ്യം തീരുമാനിച്ചവരല്ല, കൊണ്ടുപോയിട്ട് കിണറ്റിലിടണം എന്ന് ആലോചിച്ചുള്ള തീരുമാനത്തിലാണ്. മഹാനായ യഅ്ഖൂബ് നബി അലൈഹിസ്സലാമിനെ വന്നു നിൽക്കുന്ന സഹോദരങ്ങളുടെ മനസ്സൊന്നും വായിക്കാൻ കഴിഞ്ഞില്ല. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകം എന്നോവർ, കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കാട്ടിപ്പറഞ്ഞോവർ. നമ്മളെ നാട്ടിലൊക്കെ പല മുസ്ലിം വീടുകളിലും പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗദ്യമാണ് മുഹയ്യിദ്ദീൻ മാല. ആ മുഹയ്യിദ്ദീൻ ശൈഖിനെ വർണ്ണിക്കാണ്. മുഹയ്യിദ്ദീൻ മാലയിൽ പറയണേ, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകം എന്നോവർ. മുഹയ്യിദ്ദീൻ ശൈഖ് പറഞ്ഞിട്ടുണ്ട് പോലും, ഞാൻ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചാലും ഒക്കെ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരുടെ ഈ ഹൃദയത്തിലുള്ള രഹസ്യങ്ങളൊക്കെ നിങ്ങളൊരു കുപ്പിയിലുള്ള ദ്രാവകം പുറത്തുനിന്ന് നോക്കിയാൽ നിങ്ങളുടെ കണ്ണുകൊണ്ട് എങ്ങനെ കാണുമോ അതുപോലെ എനിക്ക് കാണാൻ പറ്റുന്നു. ഇന്നാലില്ല, ഇത് അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യമല്ലേ? അതാണ് ശൈഖ് അവറുകളെ കുറിച്ച് പറയുന്നത്. കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും, കണ്ണിൽ കാണാത്തതും ഹൃദയത്തിന്റെ ഉള്ളിലുള്ളതും കൺകൊണ്ട് കണ്ടപോൽ കാട്ടിപ്പറയും ഞാൻ. ശൈഖ് അവറുകളെ കുറിച്ച് നുണ പ്രചരിപ്പിക്കുന്നു. ആലോചിച്ച് നോക്കണം. ഇന്നും അങ്ങനെയാണ്, ഔലിയാക്കന്മാർ അങ്ങനെയാണോ? അവിടെ നിന്ന് വരുമ്പോഴത്തേനും ആളെ മനസ്സിലുള്ളതാണ് പറയുന്നത്. മഹാനായ യഅ്ഖൂബ് നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ ഈ മക്കൾ വന്നു നിൽക്കുന്നു. എന്താണ് അവരുടെ പ്ലാന്? നുണ പറഞ്ഞു കൊണ്ടുപോയിട്ട് പൊട്ടക്കിണറ്റിൽ തള്ളനാണ് പ്ലാന്. ഈ പ്ലാനുമായി കൊണ്ട് പദ്ധതിയിട്ട് മുമ്പിൽ നിൽക്കുന്ന ആ മക്കളുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ള് അതറിയാൻ യഅ്ഖൂബ് നബി അലൈഹിസ്സലാമിന് സാധിച്ചിട്ടില്ല. സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒപ്പം വിട്ടുകൊടുക്കൂല. ആ സമയത്ത് തന്റെ ഒരു ആശങ്ക പങ്കുവെച്ചു മക്കളോട്. അതവർക്ക് വീണ് കിട്ടിയ നിധിയുമായി. അതവർക്ക് വീണ് കിട്ടിയ നിധിയുമായി. എന്താണ് ആശങ്ക പിതാവ് പങ്കുവെച്ചത്? ഖാല ഇന്നി ലയഹ്സുനുനി അൻ തദ്ഹബൂ ബിഹി വഅഖാഫു അൻ യഅകുലഹു الذئബ് വഅൻതും അൻഹു ഗാഫിലൂൻ. അദ്ദേഹം പറഞ്ഞു, ഇന്നി ലയഹ്സുനുനി, എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നത് അൻ തദ്ഹബൂ ബിഹി, നിങ്ങൾ അവനെ കൊണ്ടുപോകുന്നതിൽ എനിക്കുള്ള സങ്കടം. വഅഖാഫു അൻ യഅകുലഹു الذئബ്, എനിക്ക് സങ്കടം വരാനുള്ള കാരണം കൊണ്ടുപോകല്ലേ, എനിക്കത് ദുഃഖത്തിന് കാരണം. നിങ്ങൾ അശ്രദ്ധരായിരിക്കെ മോനെ ചിലപ്പോ ചെന്നായ പിടിച്ചേക്കും, മോനെ ചെന്നായ പിടിച്ചേക്കും എന്ന് ഞാൻ പേടിക്കുന്നു. ചെന്നായ പിടിച്ച് തിന്നു എന്ന് ഞാൻ പേടിക്കുന്നു. വഅൻതും അൻഹു ഗാഫിലൂൻ, നിങ്ങൾ ശ്രദ്ധയില്ലാതെ അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും. ചിലപ്പോ ഇവൻ ചെറിയ കുട്ടിയല്ലേ, പിന്നെ ചിലപ്പോ ചെന്നായ പിടിക്കുമെന്ന് എനിക്ക് പേടിയുണ്ട്. قالوا لئنك له الذئب ونحن عصبة إنا إذا لخاسرون. ആ മക്കള് പറഞ്ഞു, ലഇന്നക ലഹു الذئب, ചെന്നായ അവനെ തിന്ന്. എന്താ പാപ്പയെ പറയുന്നത്? വനഹ്നു ഉസ്ബ, നിങ്ങൾ കടാക്കടിയന്മാരായ നല്ലൊരു ടീം ഉണ്ടായിട്ട് അവനാണ് തിന്നാ പിന്നെ ഇന്നാ ഇതല്ല ഖാസിറൂൻ, ഞങ്ങൾ എന്തിനാ പറ്റാവുപ്പ? ഞങ്ങളെക്കാണ് പിന്നെ നഷ്ടപ്പെട്ടവരും ഒന്നിനും കൊള്ളാത്ത ആൾക്കാരും വേറെ ഉണ്ടാവോ? ഒന്നും ഉണ്ടാവൂലെന്നേ. പാപ്പ പേടിക്കണ്ട, അങ്ങോട്ട് പറഞ്ഞയച്ചതാ എന്ന രൂപത്തിൽ പിതാവിനെ പറഞ്ഞ് മയപ്പെടുത്തിയിട്ട് അവര് കൊണ്ടുപോവുകയാണ്.
ഇൻഷാ അല്ലാഹ് അതിന്റെ ശേഷമുള്ള ഭാഗം അള്ളാഹു വിശദീകരിച്ച ഇടം മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളേണ്ടുന്ന പാഠങ്ങളെ ശരിയാം വിധം ഗ്രഹിക്കുകയും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരിശുദ്ധമായ ഒരു ജീവിതത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് അതൊക്കെ കാരണമാക്കുവാനും നമ്മളെല്ലാം ശ്രമിക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള ആപത്തുകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളും പദ്ധതികളും അള്ളാഹു വിജയിപ്പിച്ചു തരുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ വിശ്വാസികൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.